ബിനീഷ് കൊടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് 9ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുദ്ദേശിച്ചായിരുന്നോ? അപ്രതീക്ഷിതമായിട്ടാണോ ബിനീഷ് കൊടിയേരി അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വന്നുപെട്ടത്? നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. പൊന്നിൽ പൊള്ളുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്നത്തെ അതിഥികൾ നമുക്കൊപ്പം RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ MP, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, ഇടത് സഹയാത്രികൻ ഫക്രുദ്ദീൻ അലി, CPM വിമർശകൻ മാധ്യമപ്രവർത്തകനുമായ KM ഷാജഹാൻ. നമ്മൾ ചർച്ച ആരംഭിക്കുന്നു. ആദ്യം ഫക്രുദ്ദീൻ അലിയിലേക്ക്. ഫക്രുദ്ദീൻ അലി, വെൽക്കം ടു ദ ഷോ. ഒറ്റ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആ നെഞ്ചിടിപ്പ് ഇപ്പോൾ CPM-നുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷവുമായിട്ട് സഹയാത്രികനായി നിൽക്കുന്ന ഫക്രുദ്ദീൻ അലിക്കുണ്ടോ? ബിനീഷ് കൊടിയേരിയുടെ ചോദ്യം ചെയ്യൽ 9ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. അത് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്ന സുരേഷിന്റെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഹൈ പ്രൊഫൈൽ ഒരു വ്യക്തിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ ഇടതുപക്ഷത്തിന്? എനിക്ക് നെഞ്ചെടുപ്പൊന്നും കൂടുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഏതോ പാർട്ടിയായിട്ട് കൂട്ടിക്കെട്ടേണ്ടതല്ല. പൊതുവെ ജനപക്ഷം എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നതും ഇടതുപക്ഷം എന്ന് സ്വയം ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആ അർത്ഥത്തിലാണ്. രണ്ടാമത്തെ കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അരുൺ നേരത്തെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPM-ആയിട്ട് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ CPM-ആയിട്ട് ഏതെങ്കിലും രീതിയിൽ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടോ ആയിട്ടുള്ള ഒരാൾ ഈ കേസുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുകയാണ്. ബാക്കിയെല്ലാം സ്വപ്ന സുരേഷ് ഒരു താൽക്കാലിക ഉദ്യോഗസ്ഥയായിരുന്നു, ഇവരായിട്ട് പരിചയം ഉണ്ടായിരുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് പാർട്ടി കുടുംബമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹം പാർട്ടി കോൺഗ്രസിനൊക്കെ അദ്ദേഹത്തെ പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിലും ന്യൂ മീഡിയയിലെല്ലാം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യം ചെയ്യപ്പെടൽ ശിവശങ്കരൻ്റെ ചോദ്യം ചെയ്യപ്പെടൽ പോലെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെറിയൊരു ക്ഷീണമാണ്. റൈറ്റ്. ആ ക്ഷീണത്തിനും അപ്പുറം അതിലൊരു ഗൗരവമായ വിഷയമില്ലേ ഫക്രുദ്ദീൻ? കാരണം ഈ VFX എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയാണ് സ്വപ്ന സുരേഷിന് കമ്മീഷൻ കൊടുക്കുന്നത് വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട്. അതിലെ ഡയറക്ടറായ അബ്ദുൽ ലത്തീഫ് ഈ ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ബാംഗ്ലൂരുവിലുള്ള B ക്യാപിറ്റൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ B ക്യാപിറ്റൽ ഫിനാൻസ് സർവീസ് എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി ആകട്ടെ ലഹരി ഇടപാടുകളുടെ സാമ്പത്തിക നിയന്ത്രണം നടത്തിയിരുന്ന സ്ഥാപനമാണ്. അതിൽ നിന്ന് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി KT റമീസ് ഇടപാട് നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ഷീണം മാത്രമല്ല, വലിയ ക്ഷീണമാകും ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ. അങ്ങനെ വേണ്ട കണക്കാക്കാൻ? അത് ഈ കേസിന്റെ പുരോഗതി അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ശിവശങ്കരൻ അന്ന് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചതുപോലെ വിട്ടയക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇപ്പത്തെല്ലാം തന്നെ ഇത്തരം ചില സൂചനകളാണ്. ഈ സൂചനകൾ കൃത്യമായി തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുമ്പോൾ വലിയ ഒരു ഷോക്ക് തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു CPM-നെ സംബന്ധിച്ച് TP ചന്ദ്രശേഖരൻ വധം നടന്ന സമയത്തും കേരളത്തിൽ അങ്ങനെ പല സംഭവം, ഷാജഹാനൊക്കെ പുറത്തുപോയ സമയത്തും VS-ഉം അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിൽ അടിയുണ്ടായിരുന്ന സമയത്തും എല്ലാം തന്നെ പാർട്ടിക്ക് ക്ഷീണമായിരുന്നു, പാർട്ടി അങ്ങ് ഇല്ലാതായി പോയി എന്നൊക്കെ ആളുകൾ കരുതിയതാണ്. പാർട്ടിയുടെ സഹയാത്രികർ പോലും പലരും കരുതിയാണ് TP-ന്റെ കേസൊക്കെ വന്ന സമയത്ത്. പക്ഷേ നമ്മൾ കണ്ടത് ഓരോ ഇലക്ഷൻ കഴിഞ്ഞ് TP-ന്റെ നാട്ടിൽ പോലും പാർട്ടി വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ജയിക്കുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ അംഗീകരിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ പാർട്ടി അണികൾ മാറിയിട്ടുണ്ടാവും. മുമ്പത്തെ പോലെ ചെറിയൊരു 50 ആരോപണം വന്ന് അയ്യോ ഞങ്ങളല്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വലിയൊരു ഷോക്കാണോ എന്ന് നമുക്ക് ഈ കേസ് കുറച്ചുകൂടി പുരോഗമിച്ചതിന് ശേഷം കാണാം. ഏതായാലും ഷോക്കാണ്. എന്തായാലും ഷോക്കാണെന്ന് ഫക്രുദ്ദീൻ അലി സമ്മതിക്കുന്നു. ഫക്രുദ്ദീൻ, ഒരു കാര്യം കൂടി, ഈ കേസിന്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിന്റെ ഗൗരവം സ്വർണ്ണക്കടത്തുമായി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്തുന്നുവെന്ന് ആദ്യം പ്രതിപക്ഷം പറയുന്നു. NIA കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു, ദൃശ്യങ്ങൾ സഹിതം ആവശ്യപ്പെടുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നതായിരുന്നു ഇതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നതിൻ്റെ പേരിലുള്ള അധികാരം ഉപയോഗിച്ച് നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വപ്ന സുരേഷിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയതും ഈ സ്വർണ്ണക്കടത്തിലേക്ക് നയിക്കാനുമുള്ള പ്രധാനപ്പെട്ട കാരണം. ആ അർത്ഥത്തിൽ ആ പോയിന്റ് ഇപ്പോഴും വാലിഡ് ആണ്. ദാ പിന്നാലെ വരുന്നു
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബിനാമിയായി നിൽക്കുന്ന കമ്പനി ഈ സ്വപ്ന സുരേഷിന് മറ്റൊരു പ്രവർത്തനത്തിന് പ്രതിഫലമായി കമ്മീഷൻ നൽകുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇവരെ കണക്ട് ചെയ്യുന്ന ലഹരി സംഘവുമായി സാമ്പത്തിക ഇടപാട് നടത്തി എന്ന പേരിലുള്ള വെളിപ്പെടുത്തലും ഉണ്ടാവുന്നു. ഇപ്പോൾ ഒന്നല്ല, രണ്ട് വലിയ ആരോപണങ്ങൾ. ഒന്ന് മുഖ്യമന്ത്രി, രണ്ട് പാർട്ടി സെക്രട്ടറി. അല്ല, സ്വാഭാവികമായും ഇതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയത്ത് ഇതിന്റെ എന്താണ് ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് ഞാനും MP പ്രേമചന്ദ്രനെയൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഞാനൊക്കെ പറഞ്ഞൊരു കാര്യം, വെയിറ്റ്, ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു തെറ്റാണെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ മൊത്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങൾ അന്ന് പ്രേമചന്ദ്രനൊക്കെ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഇപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഈ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അരുൺ, ഇതിൻ്റെയൊക്കെ ഒരു രസം എന്താ അരുണേ? ഇതൊക്കെ ഒരു ജനാധിപത്യത്തിന്റെ അരുണും എന്നെക്കാട്ടും ഒരു വർഷം നന്നായിട്ട് ഇതിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഹിസ്റ്ററിയിൽ എടുക്കാൻ പോകുന്നു. ജയലളിത ഇതിലും വലിയ അഴിമതി കാണിച്ചിട്ട് അവർ വൻ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. കേരളത്തിൽ തന്നെ വലിയ അഴിമതി ആരോപണ വിധേയരായവരും ശിക്ഷിക്കപ്പെട്ടവരും ഇലക്ഷൻ ജയിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇപ്പം സുഖാമിനെ പോലെയുള്ള ഇന്ത്യക്ക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് ഏറ്റവും ക്ലീൻ എന്ന് ഇന്ത്യയിലെ ഇമേജുള്ള രാഷ്ട്രീയ പാർട്ടി പോലും ഒരു കാലത്ത് ബന്ധമുണ്ടാക്കുന്നു. ഇതൊരു വല്ലാത്ത ദുര്യോഗം. നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് റിയലി ഷോക്കിങ്ങും കണക്റ്റഡും ഒക്കെ ആയി തോന്നാമെങ്കിൽ നാളെ ഇപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താ? ഇതാണോ സൊല്യൂഷൻ നമ്മുടെ മുന്നിലുള്ളത്? ഈ നിർഭാഗ്യകരമായ അവസ്ഥയുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൻ്റെ പേരല്ലേ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും? അതിലൂടെ സ്വാഭാവികമായും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു പാർട്ടിയെ ജനം തിരസ്കരിക്കും. അതാണ് സൊല്യൂഷൻ. അല്ല, ജനം തിരസ്കരിക്കട്ടെ, പക്ഷെ പകരം വരുന്നത് ഇതിനു മുമ്പ് ഇതിലും കൂടുതൽ ആരോപണങ്ങളല്ലേ വന്നിരുന്നത്. ഞാൻ ഏതോ പാർട്ടിയുടെ പക്ഷം പിടിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാം തന്നെ ഓൾട്ടർനേറ്റീവ്സിലേക്ക് നോക്കും. നമ്മൾ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ ഡൽഹിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് നോക്കി. സംവാദ് ഡിഫറൻറ്റ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ. വലിയ അഴിമതി ആരോപണം മതി. പക്ഷേ ഡൽഹി റയറ്റിൻ്റെ സമയത്തും അതുപോലെ തന്നെ അവരുടെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തുള്ള ചില സ്ഥാനാർത്ഥികൾ, ചില അവിടെയുള്ള മുസ്ലിം വർഗീയവാദികളും ചില സോക്കോളി ഹിന്ദുത്വവാദികളൊക്കെ ആയിരുന്നു അവരുടെ സ്ഥാനാർത്ഥികൾ. അപ്പോൾ അവർ പോലും അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഈ പറയുന്ന മാവോയിസ്റ്റ് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അരുൺ, ആസ് എ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, പ്ലീസ് ടെൽ മീ വാട്ട്സ് ദ ഓൾട്ടർനേറ്റീവ്, വാട്ട് ക്യാൻ ബി ഡൺ? ജനാധിപത്യം എപ്പോഴും ഇങ്ങനെയല്ലേ? ക്രൈസിസിലൂടെയും പ്രതിസന്ധികളെയും അതിജീവിച്ചും ഏറ്റവും മികച്ച ഒന്നിനെ തെരഞ്ഞു പോകുന്നതിന്റെ പേരല്ലേ ജനാധിപത്യം? ഫക്രുദ്ദീൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. NK പ്രേമചന്ദ്രൻ, ഈ ചർച്ചയിൽ ഇപ്പോൾ ഫക്രുദ്ദീൻ അലി ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ, ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ഫക്രുദ്ദീൻ അലി തുടക്കത്തിൽ തന്നെ പറയുന്നു ഇതൊരു ഷോക്കാണ്, ഇതൊരു ക്ഷീണമാണ് എന്നൊക്കെ തന്നെ പറയുന്നു. ആ വാക്കുകൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ നേരിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഈ കേസിൽ ഉൾപ്പെടുന്നു എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ റിമാൻഡ് റിപ്പോർട്ട് നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന വാചകം ഇതാണ്: വൺ ഓഫ് ദ ഹൈ പ്രൊഫൈൽ പേഴ്സൺസ് ഹു ഈസ് അലീജ്ഡ് ടു ബി കണക്റ്റഡ് ടു ദ കേസ് ഈസ് ബീങ് ഇൻട്രോഗേറ്റഡ്. ഈ ഹൈ പ്രൊഫൈലായ മനുഷ്യർ, അതായത് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ ഒരു അല്ലെങ്കിൽ പ്രൊഫൈൽ ദുരുപയോഗം ചെയ്തതിൻ്റെ കഥ കൂടിയാണ് പുറത്തു വരുന്നത്. NK പ്രേമചന്ദ്രൻ, പ്രിയപ്പെട്ട ശ്രീ അരുൺ, ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് 24 ന്യൂസ് ചാനലിൻ്റെ ഇന്നത്തെ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ സംഭവവികാസത്തെ സംബന്ധിച്ച് CPM-ന്റെ നിലപാട് വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ലാതെ പോയത് എന്നുള്ളത് ആദ്യം വിശദീകരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഫക്രുദ്ദീൻ അലിയെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രേക്ഷകരോട് പറയുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും NK പ്രേമചന്ദ്രൻ, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണ AKG സെന്ററുമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾക്ക് അതിഥികളെ ലഭിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെ ബന്ധപ്പെടുമ്പോൾ CPM-ന് പാർട്ടി പ്രതിനിധികളാരും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിലും CPM-ന്റെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കില്ല. അത് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിഷയമാണ്, അതിൽ പാർട്ടി ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികൾ നമ്മളെ അറിയിച്ചത്. AKG സെന്ററിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരു അതിഥിയെയും CPM-ൽ നിന്ന് ലഭിക്കാതെയും പോയി. അതാണ് വാസ്തവം. NK പ്രേമചന്ദ്രൻ, അത് ആ വാസ്തവം തുറന്നു പറഞ്ഞത് ഞാൻ ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ഇപ്പോൾ തന്നെ പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി തീർന്നിരിക്കുന്നു.
ഇനി ഞാൻ പ്രശ്നത്തിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് പാർട്ടിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുക? ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, ദുബൈയിൽ വെച്ചുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒത്തുതീർപ്പാക്കുന്നതിനും ഇടനിലക്കാരെ കൊണ്ട് സാമ്പത്തിക ഏർപ്പാടുകൾ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ആരിടപെട്ടു എന്നുള്ളത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നല്ലതുപോലെ അറിയുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യദ്രോഹപരമായിട്ടുള്ള ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പാർട്ടി ചെന്നുപെട്ടിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? ഇവിടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചത്, ഈ ഗവൺമെന്റ് പോയാൽ മറ്റൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇതിനേക്കാൾ അഴിമതിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഇവിടെ ഇതിനു മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്നു, സഖാവ് VK നയനാർ മുഖ്യമന്ത്രിയായിരുന്നു, സഖാവ് EMS മുഖ്യമന്ത്രിയായിരുന്നു. ഫക്രുദ്ദീൻ അലി മനസ്സിലാക്കണം, മുമ്പ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിലും സമാന സ്വഭാവത്തിലുള്ള ഒരു ആരോപണവും ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അഴിമതി ആരോപണങ്ങൾ ഒറ്റപ്പെട്ടത് വന്നിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. SNC ലാവലിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള കുറ്റാരോപിതനായി ചിത്രീകരിക്കപ്പെട്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം, സ്വജനപക്ഷപാതം, രാജ്യദ്രോഹപരമായിട്ടുള്ള കള്ളക്കടത്ത്, ലഹരി വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരിടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പ്രതിക്കൂട്ടിൽ നിന്നിട്ടില്ല, മറുപടി പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തലസ്ഥാനത്ത് സംസ്ഥാന ഭരണകേന്ദ്രത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ രൂപത്തിൽ കയറി ഇറങ്ങി നടന്നിട്ടില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈംബ്രാഞ്ചുകൾ മുഴുവൻ കയറി ഇറങ്ങുന്ന കേന്ദ്രമായി, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ കേന്ദ്രമായി കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം മാറിയിരിക്കുന്നു. അപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ CPM-നോ ഇതിലൊരു പങ്കുമില്ല എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അരുൺ വളരെ കൃത്യമായി തന്നെ ആമുഖത്തിൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോഴും ഗൗരവമായ രൂപത്തിൽ നടക്കുന്നു. 5 അന്വേഷണ ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുന്നണിക്കാകെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി, മുഖ്യ പാർട്ടിയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടവരുമൊക്കെ ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് മാത്രമല്ല, അത് ന്യായീകരിക്കാൻ ചാനൽ ചർച്ചകളിൽ വരാൻ പോലും കഴിയാത്ത നിലയിൽ CPM പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോയി. ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് അങ്ങ് തീർത്തോളൂ, അങ്ങ് പൂർണ്ണമാക്കിയതിനു ശേഷം ഞാൻ വരാം. ഇല്ലില്ല, ചോദിക്കാം. ഞാൻ തീർന്നു. ഞാൻ പറഞ്ഞു തീർന്നു. നോക്കൂ, അങ്ങ് തന്നെ സൂചിപ്പിച്ച ദേശീയ ഏജൻസികൾ, അതിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോഴാണ് രംഗപ്രവേശം ചെയ്യുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുന്നു, അതിന് തൊട്ട് മുമ്പ് CBI അല്ലെങ്കിൽ NIA അടക്കമുള്ള ഏജൻസികൾ. ഈ ദേശീയ ഏജൻസികളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ശിവശങ്കറിനെയും നോട്ടമിടുകയും ശിവശങ്കറിനെ തുടർച്ചയായി 51 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും ശിവശങ്കറിനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധവും കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രവുമല്ല, NIA നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ തങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് NIA പറയുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പുറത്തേക്ക് ഇറക്കുന്നു, ED-യെ കൂടി ഇറക്കിക്കൊണ്ട് NIA-ക്ക് കഴിയാത്തത്, കസ്റ്റംസിന് കഴിയാത്തത്, ED വഴി ഒരു ബാക്ക്ഡോർ വഴി മുഖ്യമന്ത്രിയെയോ ശിവശങ്കറിനെയോ കിട്ടിയില്ല. എന്നാൽ ഇനി ബിനീഷ് കോടിയേരി വഴി പാർട്ടിയെയും CPM-നെയും പ്രതിരോധത്തിലാക്കാം, അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പ് നോട്ടമിടാം. ഇങ്ങനെയും ആകാമല്ലോ. P. ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത രീതി അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, NK പ്രേമചന്ദ്രൻ. അല്ല ശ്രീ അരുൺ, അങ്ങ് പറഞ്ഞത് 100% വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു തെളിവും ഉണ്ടായിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞതായി വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ല. ആകെ വന്നത് ഒരു മാധ്യമ പ്രവർത്തകനോട് NIA ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിലോ ഏതെങ്കിലും ഒരു മൊഴിയിലോ ഏതെങ്കിലും ഒരു NIA ഉദ്യോഗസ്ഥന്റെ ഒബ്സർവേഷനിലോ നിരീക്ഷണത്തിലോ അത്തരത്തിലൊരു പരാമർശമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് തന്നെ ശരിയല്ല.
ഒറ്റ കാര്യം, അങ്ങ് ഈ പറഞ്ഞതിൽ ഈ NIA കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വപ്ന സുരേഷിനെ അടക്കമുള്ളവരെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് എന്നതിന്റെ പേരിൽ സർക്കാരിന് അഭിനന്ദനം കൊടുത്തിട്ടില്ലേ? അഭിനന്ദിച്ചിട്ടില്ല. ഒന്നുകൂടി ഞാൻ പറയാം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെന്താണ് പ്രശ്നം? സ്വപ്ന സുരേഷിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വാദത്തിന് പ്രതിരോധമായി ഏതൊരു ഗവൺമെന്റും ഏതൊരു അഭിഭാഷകനും ഉയർത്തുന്ന വാദഗതിയാണ്. കാരണം ഇവരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നു എന്ന നിലയിലാണ് സ്വപ്ന സുരേഷിന്റെ അഫിഡവിറ്റ്. അവിടെയാണ് ബഹുമാനപ്പെട്ട അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞത്, അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞത്, ഈ അന്വേഷണം ആവശ്യപ്പെട്ടത് തന്നെ കേരളത്തിൽ ഗവൺമെന്റ് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. ജാമ്യം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് ആർഗ്യുമെന്റ് ആണ് അവർ മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ന്യായീകരിച്ചുകൊണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വിവാദ നായികയായിട്ടുള്ള കേസിലെ കുറ്റാരോപിതയായിട്ടുള്ള സ്ത്രീ വലിയ സ്വാധീനം ഭരണകേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അഫിഡവിറ്റിലുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഫിഡവിറ്റിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 3 തലങ്ങളിൽ പോലീസിലും ഭരണതലത്തിലും സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ പല കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റിനെ ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവേഡ് ചെയ്തു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് നമുക്ക് എങ്ങനെയാണ് സൂചിപ്പിക്കാൻ കഴിയുക? അപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആ അന്വേഷണം തുടരുന്നു. ആ പോയിന്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ ബാക്കി അതിഥികളിലേക്ക് കൂടി വന്നതിന് ശേഷം NKയിലേക്ക് ഞാൻ തിരിച്ചു വരാം, ഫക്രുദ്ദീനിലേക്കും. ജോർജ് കുര്യൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ഒരു വളരെ പ്രധാനപ്പെട്ട സംശയം ഈ ഘട്ടത്തിലുള്ളത്, ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ ബാംഗ്ലൂരിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നു. അതിൽ രാഗിണി ദ്വിവേദി എന്ന നടിയടക്കം പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ രാഗിണി ദ്വിവേദി അന്ന് 2019 ഇലക്ഷനിൽ ഗൗഡയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ്, BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നയാളാണ് എന്നും പറയാൻ സാധിക്കുന്നു. ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ആ ലഹരി മരുന്ന് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇവിടെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 9 മണിക്കൂറായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു പൊളിറ്റിക്കലായുള്ളൊരു വെഞ്ചൻസായി ചിലർ വ്യാഖ്യാനിച്ചാൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരം NIA കൊണ്ട് പറ്റാത്തത്, കസ്റ്റംസിനെ കൊണ്ട് പറ്റാത്തത് ED കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു കേന്ദ്രം. അല്ല, കർണാടകത്തിലെ നടിയെ അറസ്റ്റ് ചെയ്ത പോലെ ബിനീഷിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ആരും ചോദിച്ചത്, അല്ലേ? അപ്പോൾ ഞാൻ പറയാം, ഈ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന ആ നേതാവ് അതിന് ഉത്തരവാദിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ അരുൺ കേട്ടിട്ടുള്ളത്? അപ്പം തന്നെ പറയും ആ നേതാവാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരു വർഗീയ ലഹളയുണ്ടായപ്പോൾ നരേന്ദ്രമോദിയെ വിളിച്ചത് കൊലയാളി മോഡി എന്നാണ്, വംശഹത്യാ മോഡി എന്നാണ് വിളിച്ചത്, ഗർഭം കീറുന്ന മോഡി എന്നാണ് വിളിച്ചത്. അവരുടെ ഒരു പത്തിജീവി അദ്ദേഹം നരാധമൻ എന്നാണ് വിളിച്ചത്. ഈ റഷ്യൻ സീക്രട്ട് കാണും അതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ ഒരാൾ വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരു പ്രധാനമന്ത്രിയെ നരാധമൻ എന്ന് വിളിക്കുമോ? അദ്ദേഹത്തെ പിടിച്ച് ബോർഡ് ചെയർമാനാക്കി. അപ്പോൾ ഈ രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴേ അവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞങ്ങളെങ്ങനെ പറയണം? മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്ന് പറയണ്ടേ? അവരുടെ പാർട്ടി സെക്രട്ടറി മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് പറയണ്ടേ? അതല്ലേ അവരുടെ രീതി. ഇന്ന് വരെയും രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആ രീതിയിലാണ് ആക്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഫ്യൂഡൽ സ്വഭാവം കാണിക്കുന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണത്തിൻ്റെ കുടുംബം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഈ കോടിയേരി തന്നെ വന്നിട്ട് പറയും അവനെ തൂക്കിക്കൊന്നോളൂ. ആരെ തൂക്കിക്കൊണ്ട്? ജനങ്ങളോ? ജനങ്ങളാണോ കൊല്ലേണ്ടത്? എന്തെന്ത് കേസുകളാണ് വരുന്നത്? അപ്പോൾ അവർ പറയും ഒരു ബന്ധവുമില്ല, അച്ഛനും മകനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഷാജഹാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറയുന്ന കേട്ടു, അദ്ദേഹത്തിന് ഈ ബിനീഷ് കോടിയേരിക്ക് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന കേട്ടു. എനിക്കറിയില്ല.
അപ്പോൾ ആ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെയും അവരുടെ പ്രവർത്തന രീതി അനുസരിച്ച്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും വേറൊരു മന്ത്രിസഭയാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രതികരിക്കും? അവരുടെ രീതി എന്തായിരിക്കും? പിന്നെ വേറൊരു കാര്യം ഫക്രുദ്ദീൻ ഇവിടെ പറഞ്ഞു, ബംഗാളിൽ ഇതുപോലെ ജയിച്ചുകൊണ്ടിരുന്നതാണ്, ഇതുപോലെ തന്നെയുള്ള പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ കുറച്ച് നാളത്തേക്ക് ജയിച്ചു, അതിനുശേഷം ഇല്ലാതായി. പിന്നെ ഫക്രുദ്ദീൻ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞു, ജയലളിതയും അതുപോലെ തന്നെ സുഖറാമും പോലെയാണ് പിണറായി വിജയനും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ. ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ബിനീഷ് കോടിയേരിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം? സിനിമാ ബന്ധമുണ്ട്. നമുക്കറിയാം സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് ഈ നർക്കോട്ടിക് ബ്യൂറോ അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് അരുൺ പറഞ്ഞ നടിയെ അറസ്റ്റ് ചെയ്തത്. അതുപോലെ അനേകം ആൾക്കാരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ മുഹമ്മദ് അരുൺ എന്ന് പറയുന്ന ആളിനെയും പിടിച്ചത്. അതിൽ നിന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ആരോപണങ്ങൾ പറയുന്നു, ഈ റഷ്യൻ സീക്രട്ട് കൊണ്ടുവന്ന സൈക്കോവിസ്കി എന്ന് പറയുന്ന ആ സംഗീതജ്ഞനെ ഇവിടെ കൊണ്ടുവന്നത് ഇവരാണ്, അത് രക്ഷപ്പെടുത്തിയത് ഇവരാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ 2 ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ്, ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ്, അങ്ങനെയുള്ള കമ്പനികൾ. ശരിയാണ് ജോർജ് കുര്യൻ, ഈ ആരോപണങ്ങളൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പരിധിയിൽ ബി ക്യാപിറ്റൽ ഫിനാൻസും ഈ പറയുന്ന UAFX അടക്കമുള്ള കമ്പനികളും ഒക്കെയുണ്ട്. എൻ്റെ ഒരു ചോദ്യം, 2015 ഈ ബി ക്യാപിറ്റൽ ഫിനാൻസ് സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സ്ഥാപനം ഇത്രയും നാളായി നടത്തിയ ഇടപെടലുകൾ എന്തുകൊണ്ടായിരിക്കും ബി ജെ പി ഭരിക്കുന്ന കർണാടകത്തിലെ സർക്കാരിന് കണ്ടെത്താൻ കഴിയാതെ പോയത്? ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഇതെന്തുകൊണ്ടായിരിക്കും കേന്ദ്രം ഭരിക്കുന്ന ഏജൻസിക്ക് IT റിട്ടേൺസ് ഫയൽ ചെയ്യാതെ 2-3 ബോഗസ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ പണമിടപാട് നടത്തുന്നു, അനധികൃതമായി കറൻസി വിനിമയം നടത്തുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനില്ലേ? ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം റവന്യൂ ഇന്റലിജൻസിനില്ലേ? ഇതെല്ലാം കേന്ദ്രത്തിന്റെ കൈകളിലല്ലേ? ഇതൊന്നും സംസ്ഥാനത്തിന്റെ കൈകളിലില്ലല്ലോ. ഇതൊന്നുമില്ലാതെ ഏറ്റവും ഒടുവിൽ ഈ കേസ് വരുമ്പോൾ ഈ കേസിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താ? കേസിലേക്ക് നയിച്ചത് ഇപ്പോൾ അനൂപ് മുഹമ്മദ് പറഞ്ഞ തനിക്ക് ഹോട്ടൽ തുടങ്ങാൻ ആവശ്യമായ 6 ലക്ഷം രൂപ ബിനീഷ് കോടിയേരി തന്നിട്ടുണ്ട് എന്ന് പറയുന്ന മൊഴിയിൽ നിന്നാണ് ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ ചോദ്യം, ഇത് കേന്ദ്ര ഏജൻസിക്ക് എന്തുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഇപ്പോഴും ചോദ്യം ചെയ്യുന്നതേ ഉള്ളൂ. ബിനീഷ് കോടിയേരി ഇപ്പോഴും കുറ്റക്കാരനാക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതാനും ട്രാൻസാക്ഷൻ മയക്കുമരുന്നിന് വേണ്ടി നടത്തിയതിന് ശേഷം ആ കമ്പനി പൂട്ടുന്നു. ആ കമ്പനിയിൽ പിന്നെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അങ്ങനെയുള്ള കമ്പനികളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സുശാന്ത് സിംഗിൻ്റെ മരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ വലിയ റാക്കറ്റ് ഈ സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് രംഗത്തുള്ള എല്ലാ ആൾക്കാരും കുടുങ്ങുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? കേരളവുമായിട്ട് കേരളത്തിലെ പോലീസ് ഏത് കേസാണ് അന്വേഷിക്കേണ്ടത്? കേരളത്തിലെ പോലീസ് ഏത് കേസാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ചോദിച്ചത്, മയക്കുമരുന്ന് റാക്കറ്റ് കേരളത്തിലുണ്ട്, അതൊരു ക്രൈമാണല്ലോ. ക്രൈമാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? അതെ. അത് ക്രൈം ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അന്വേഷിക്കില്ലേ? അന്വേഷിക്കുമല്ലോ. ഇപ്പോൾ ഈ ക്രൈം ഒക്കർ ചെയ്തിരിക്കുന്നത് കേരളത്തിലല്ലോ, ബാംഗ്ലൂരിൽ തന്നെ വന്ന് അന്വേഷിക്കണമെന്നാണോ? അതെവിടെയാ നിയമം? ഈ ക്രൈം കേരളത്തിലെ ഇതിപ്പോ പറഞ്ഞല്ലോ, അനേകം കേസസ് പറഞ്ഞല്ലോ, കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിനീഷ്, അരുൺ മുഹമ്മദ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അനൂപ് മുഹമ്മദ്. അതുപോലെ തന്നെ അനേകം കേസുകളുണ്ട്. കൊച്ചിയിലെ മയക്കുമരുന്ന് വെടിവെപ്പൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ട് മനസ്സിലായി കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നില്ല? കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് റാക്കറ്റ്. എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് ഭരണകൂടം സൈലന്റ് ആയിട്ടിരിക്കുന്നു? എനിക്കത് മനസ്സിലായില്ല. കാരണം ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ കേസ് നടക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട അനിഖയെയും ഈ റിജീഷ് രവീന്ദ്രനെയും ഒക്കെ പിടികൂടുന്നത്. അതിന് കേരളത്തിലെ പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട് ജോർജ് കുര്യൻ. മാത്രമല്ല, സ്പെസിഫിക് കേസായി കേരള പോലീസിലേക്ക് വരുന്ന കേസുകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഇപ്പോൾ കൊച്ചിയിലെ വലിയ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ആ വാർത്ത വന്നല്ലോ, കൊച്ചിയിലെ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ കൊക്കാച്ചി മിഥുൻ അടക്കമുള്ള ആളുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും അതിനെ തുടർന്നുണ്ടാവുന്ന അന്വേഷണവും ഒക്കെ ഒരു ഘട്ടത്തിൽ പാതി വഴിയിൽ നിലച്ചു പോകുന്നു. അത് 2015 മറ്റോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് LDF സർക്കാരിന്റെ കാലത്തുമല്ല. 500 കിലോ പിടിച്ചില്ലേ? അതെ, അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 500 കിലോ പിടിച്ചില്ലേ? അതെ, അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പോലീസ്
ആ. എന്തുകൊണ്ട് ഈ മയക്കുമരുന്ന് റാക്കറ്റിനെതിരെ ഇവിടെ അനങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് റാക്കറ്റ് അല്ലേ? ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമല്ലേ? പല കുടുംബങ്ങളും തകരുന്നത് കൊണ്ടല്ലേ? എത്ര കഥകള്. ഞാൻ അതിലേക്ക് വരാം ജോർജ് എന്തുകൊണ്ട് കുര്യൻ. ഇങ്ങനെ ഞാൻ ന്യൂസ് വന്നിട്ട് ഒന്ന് ഷാജഹാനിലേക്ക് കൂടി പോയതിനു കേരളത്തിലെ ശേഷം പോലീസ് തിരിച്ചു വരാം ജോർജ് കുര്യൻ. അനങ്ങുന്നില്ല, ശ്രീ കേരളത്തിലെ ഷാജഹാൻ, ഭരണകൂടം അനങ്ങുന്നില്ല. ശ്രീ കെ എം ഷാജഹാൻ, ഈ ബിനീഷ് കൊടിയേരിയുടെയും ബിനോയ് കൊടിയേരിയുടെയും കാര്യങ്ങൾ പലതവണ പലകുറി പല രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു വ്യക്തി എന്ന നിലയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ സമീപിച്ചത്. ബിനീഷ് കൊടിയേരി ഒരു വ്യക്തിയാണ്, ബിനോയ് കൊടിയേരി ഒരു വ്യക്തിയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കട്ടെ, ഇനി അവനെ തൂക്കിലേറ്റണമെങ്കിൽ, അത്രയും വലിയ ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ശിക്ഷ കിട്ടട്ടെ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നതും ആരോപണ വിധേയനായ ആൾ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് പാർട്ടി അംഗമല്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത്. ഇന്നും ഞങ്ങളുടെ മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തയാൾ പറഞ്ഞത് ബിനീഷ് കൊടിയേരി പാർട്ടി മെമ്പർ അല്ല, പാർട്ടി അനുഭാവിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സന്ദീപ് നായർ പാർട്ടി അനുഭാവിയല്ലേ എന്ന് ചോദിക്കുന്നു. KT രമീസിന് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരില്ലേ എന്ന് ചോദിക്കുന്നു. പാർട്ടി അംഗമല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണനോ CPM-ഉമായിട്ടോ ഇതിനെ ബന്ധപ്പെടുത്തരുത്. ഇത് വ്യക്തി എന്ന നിലയിൽ ബിനീഷ് കൊടിയേരി ചെയ്തിരിക്കുന്ന ഒരു കുറ്റം. അതിനെന്തിനാണ് പാർട്ടിയെയും സർക്കാരിനെയും നിങ്ങൾ പ്രതിരോധത്തിലാക്കുന്നത് എന്നാണ് ചോദ്യം. കെ എം ഷാജഹാൻ. അരുണ, ഇത് ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയും പാർട്ടി അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ AK സെൻറ്ററിൽ ബ്രാഞ്ച് മെമ്പറായിരുന്ന, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ബ്രാഞ്ച് മെമ്പറായിരുന്ന സമയത്ത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാര്യമാർക്കൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ ബ്രാഞ്ചിൽ അംഗമായിരുന്നു അക്കാലത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. വിനോദിനി ബാലകൃഷ്ണന്റെ ചെയ്തികളെ കുറിച്ചിട്ടൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതെല്ലാം വ്യക്തിപരമാണ് എന്നുള്ള പാർട്ടിയുടെ വാദം ഇപ്പോൾ അരുണ ഇവിടെ ഉന്നയിച്ചല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2000-ന്റെ തുടക്കം മുതൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കിളിരൂർ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നതാണ്. അതിനുശേഷം കവിയൂർ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നതാണ്. മെർക്കിസ്റ്റൺ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നതാണ്. മുത്തൂറ്റ് പോൾവധവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നതാണ്. അതിനുശേഷം ഏത് കേസിലാണ് ഇയാളുടെ പേര് ഉയർന്നു വരാത്തത്? ഇപ്പോൾ 2018-ൽ 28 കടലാസ് കമ്പനികൾ തുടങ്ങിയെന്ന് പറഞ്ഞ് ഇത് ഉയർന്നു വന്നതാണ്. 14 കോടി രൂപയ്ക്ക് ഗൾഫിൽ തടഞ്ഞു നിർത്തിയെന്നും പറഞ്ഞിട്ട് ഉയർന്നു വന്നതാണ്. എൻ്റെ ചോദ്യം, ഇപ്പോൾ മകനുമായി ഒരു ബന്ധവുമില്ല എന്നാണല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ 2000-ന്റെ തുടക്കം മുതൽ തിരമാലകൾ പോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയും മക്കൾക്കെതിരെയും നിരന്തരം ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എപ്പോഴെങ്കിലും ഈ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ മക്കൾ കോടിയേരി ബാലകൃഷ്ണനെ തള്ളിപ്പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞു. അത് ജോർജ് കുര്യൻ ചോദിച്ച പോലെ നാട്ടുകാരാണോ തൂക്കിക്കൊള്ളേണ്ടത്? പക്ഷേ ഇന്നേ വരെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഈ കുട്ടികൾക്ക്, ഇയാളുടെ ഈ മക്കൾക്കെതിരെ നിരന്തരമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ആ ആരോപണങ്ങളുടെ ഒന്നും സമയത്ത് ഈ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ മക്കളായിട്ടുള്ള ഈ ചെറു ബാലകൃഷ്ണന്മാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബംഗാളിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ജ്യോതി ബാസു. അദ്ദേഹത്തിന്റെ മകൻ ചന്ദൻ ബാസു ഒരു വലിയ വ്യവസായിയായിരുന്നു. ആ ചന്ദൻ ബാസുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അച്ഛനായ ജ്യോതി ബാസു പറഞ്ഞു, എനിക്ക് ചന്ദൻ ബാസുവായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ മകനാണ് ചന്ദൻ ബാസു, പക്ഷേ ചന്ദൻ ബാസു ഒരു വ്യവസായിയാണ്, ആ ചന്ദൻ ബാസുവായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, എൻ്റെ വീട്ടിലല്ല ചന്ദൻ ബാസു താമസിക്കുന്നത്, അതുകൊണ്ട് ചന്ദൻ ബാസുവായിട്ട് ഉയർന്നു വരുന്ന ഒരാരോപണത്തിനും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല എന്ന് ജ്യോതി ബാസു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മക്കൾക്കെതിരെ നിരന്തരം 1.5 പതിറ്റാണ്ട് കാലം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ആ സമയത്ത് ഒരിക്കൽ പോലും, ഒരവസരത്തിൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ ഇവരെ തള്ളിപ്പറയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അവരെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടാണ് ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കള്ളത്തരം കാണിക്കുമ്പോഴും, മുത്തൂറ്റ് പോൾവധത്തിൽ വരുമ്പോഴും, കിളിരൂർ കേസിൽ പെടുമ്പോഴും, കവിയൂർ കേസിൽ പെടുമ്പോഴും, ടോട്ടൽ ഫോർ യു തട്ടിപ്പിൽ പെടുമ്പോഴും ഉൾപ്പെടെ എല്ലാം കോടിയേരി ബാലകൃഷ്ണന്റെ മൊട്ടമ്മലുള്ള വീട്ടിലാണ് ഈ ബിനീഷ് കൊടിയേരിയും ഈ ബിനോയ് കൊടിയേരിയും താമസിക്കുന്നത്.
അരുൺ കണ്ടോന്നറിയില്ല, സി പി എം അവസാനം ഈ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിന്റെ വിഷ്വല് 24 ന്യൂസിലും വന്നിട്ടുണ്ടാവാം. അതിൽ കോടിയേരി ബാലകൃഷ്ണനും മകനും ഈ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും മക്കളും എല്ലാം ഒരുമിച്ച് ഒറ്റ ബെഞ്ചിലിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ശരിയാണ്. പക്ഷെ എന്റെ ഒരു സംശയം ശ്രീ ഷാജഹാൻ, തുടർച്ചയായി ഈ ബിനോയ് കോടിയേരിയെയും ബിനീഷ് കോടിയേരിയെയും വേട്ടയാടുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ മക്കളായതുകൊണ്ട് അവരെ വേട്ടയാടുന്നു എന്ന രീതിയിൽ പലപ്പോഴും ആ ആരോപണങ്ങൾ തെളിയിക്കാൻ ആരോപണങ്ങളുമായി വരുന്നവർക്ക് സാധിക്കാതെ പോകുന്നു എന്നത് ഒരു വശം. രണ്ട്, ഇതിലും മറ്റൊന്ന് നിഗൂഢമായി ഒരുപക്ഷെ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ ഒരുപക്ഷെ വിശദീകരിക്കുമായിരിക്കും. കോവളം കൊട്ടാരം അടക്കമുള്ള വിഷയങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തത്തക്ക രീതിയിലേക്ക് തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കുന്നു എന്നുള്ളത്, വ്യവസായികളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, ഇതെല്ലാം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ഒരു ക്രിമിനൽ ഒഫൻസിൽ ബിനീഷ് കോടിയേരിയെയോ ബിനോയ് കോടിയേരിയോ, ഏറ്റവും ഒടുവിൽ ബിനോയ് കോടിയേരിയുടെ പേരിൽ വന്നിരിക്കുന്ന മഹാരാഷ്ട്രയിലെ പിതൃതർക്കമടക്കമുള്ള വിഷയം, ആ വിഷയങ്ങളിലെല്ലാം അത് സെറ്റിൽ ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ക്രിമിനൽ കേസിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ബിനീഷ് കോടിയേരിയെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഷാജഹാൻ? അരുണെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം ഈ പയ്യനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴാണ്. ഞാനൊരു പ്രധാനപ്പെട്ട അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറയാം. 2006-2011 കാലത്ത് ഈ പയ്യന്റെ അച്ഛൻ ഇവിടെ ആഭ്യന്തര ടൂറിസം മന്ത്രി ആയിരുന്ന സമയത്ത് 12 കേസുകൾ ഉണ്ടായിരുന്നു ഈ മകനെതിരെ. അച്ഛൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ആ 12 കേസുകൾ റദ്ദാക്കപ്പെട്ടു പോയി. അതിലൊരു അനുഭവം ഞാൻ പറയാം. അതിൽ ഒരു പോലീസുകാരനെ അടിക്കലായിരുന്നു ഇവന്റെ ജോലി. ഇവിടെ നടന്ന് പോലീസുകാരെ അടിക്കലായിരുന്നു ജോലി. അവിടെ നിൽക്കട്ടെ. ഒരു പോലീസുകാരനെ അടിച്ച കേസിൽ വാറന്റ് വന്നപ്പോൾ അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വാറന്റ് വന്നപ്പോൾ ആ വാറന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ചെറുപ്പക്കാരന്റെ അഡ്രസ്സ് AKG സെന്റർ ഫ്ലാറ്റ്, AKG സെന്റർ തിരുവനന്തപുരം എന്നായിരുന്നു. ആ ഫ്ലാറ്റിന്റെ അഡ്രസ്സ് വന്നു. അത് കഴിഞ്ഞ് വാറന്റ് വന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, അഡ്രസ്സ് അറിയില്ല എന്ന് പറഞ്ഞു. അഡ്രസ്സ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, AKG സെന്റർ ഫ്ലാറ്റിൽ നിന്ന് ഈ പയ്യന്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ സർക്കാർ ബംഗ്ലാവിലേക്ക് മാറുകയും ആഭ്യന്തരമന്ത്രിയായി മാറുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി മാറിയ സമയത്ത് ആണ് പോലീസുകാർ വന്നിട്ട് പറയുന്നത് അഡ്രസ്സ് അറിയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അഡ്രസ്സ് അറിയുന്നില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ആഭ്യന്തരമന്ത്രിയുടെ മകനാണ് ഇതിനകത്തെ കേസിൽ പ്രതി. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന എസ് സോമൻ എന്ന് പറഞ്ഞ ജഡ്ജ് വിളിച്ചിട്ട് ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ മകനും സാധാരണക്കാരൻ്റെ മകനും 2 നിയമമാണോ എന്ന് ചോദിച്ചത് പത്രത്തിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അരുൺ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുകളെല്ലാം ഈ ചെറുപ്പക്കാരൻ ഇവന് വേണ്ടി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇവനെതിരെ 12 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു 2006-11 കാലഘട്ടത്തിൽ. ആ കേസ് മുഴുവൻ കോടിയേരി അവന്റെ സ്വന്തം അച്ഛൻ തന്നെ ഇരുന്ന് റദ്ദാക്കി കൊടുത്തു. പക്ഷേ ഇവിടുത്തെ ഒരു ഗതികേട് ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞേക്കാം. ഇതുപോലെ ഇവന്മാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഇവന്മാർ ഇതുപോലെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും UDFന്റെ സർക്കാരുകൾ വരുമ്പോൾ അവർ ഇതിനെതിരെ ചെറുവിരൽ അനക്കാറില്ല. അതാണ് ആ ഒരു പ്രശ്നം പ്രധാനമായിട്ട് നമ്മൾ കണ്ടോണം. ഞാൻ അതിലേക്ക് വരാം കെ എം ഷാജഹാൻ. അതിന് മുമ്പ് ഫക്രുദ്ദീൻ അലി പറഞ്ഞു തീർന്നു. ഞാൻ ഒരു വാചകം കൂടി തീർത്തോളൂ. അതായത് LDFന്റെ കാലത്ത് ഒന്നുകിൽ കേസ് അട്ടിമറിക്കും, അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുകയില്ല. UDFന്റെ കാലം വരുമ്പോൾ UDFകാർ അനങ്ങില്ല, കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായും ഇവർക്ക് UDF വന്നാലും LDF വന്നാലും ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതേ കുരുങ്ങിയിരിക്കുകയാണ് എന്ന് എനിക്ക് ഇപ്പം ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ഫക്രുദ്ദീനിലേക്ക് വരുന്നു. ഫക്രുദ്ദീൻ, പലതവണ പലകുറി ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ തട്ടിപ്പുകൾ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബിനീഷ് കോടിയേരിക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻപിൽ ചെന്ന് പെട്ടിരിക്കുന്നു. അതും ഗുരുതരമായ കുറ്റങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങളിൽ ഒന്ന് നോക്കൂ, ഒരു മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളുമായിട്ട് സാമ്പത്തികമായൊരു ബന്ധമുണ്ടാവുക. ഈ ബന്ധങ്ങളൊന്നും ഈ കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗൃഹനാഥൻ എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാന പാർട്ടി സെക്രട്ടറി അറിയാതെയായിരിക്കുമോ ഇതെല്ലാം നടക്കുക? ഉദാഹരണത്തിന് അനൂപ് മുഹമ്മദുമായിട്ടുണ്ടാവുന്ന സാമ്പത്തിക ബന്ധം 6 ലക്ഷം രൂപ ഒരു ഹോട്ടൽ വ്യവസായം തുടങ്ങാൻ വേണ്ടി ഈ മകൻ ഈ അനൂപ് മുഹമ്മദിന് കൊടുക്കുന്നു. അനൂപ് മുഹമ്മദ് അതുകൊണ്ട് ഹോട്ടൽ തുടങ്ങുന്നു, അത് പൊട്ടുന്നു.
തുടർന്ന് ഓരോ ഘട്ടത്തിലും അനു മുഹമ്മദിന് സാമ്പത്തിക സഹായം നൽകുകയാണ്. ഒരു മാസം 76 തവണ ടെലിഫോൺ ചെയ്ത് അതിൽ ഒരെണ്ണം 400 സെക്കൻഡോ മറ്റോ ആണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്രയും അധികം ഒരു മയക്കുമരുന്ന് കടത്തുകാരനുമായി സംസാരിക്കുന്ന തൻ്റെ മകനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയായ പിതാവിന് ഒന്നും അറിയാതെ പോയി എന്നുള്ളത് നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അഥവാ ഇത്തരത്തിലുള്ള ദുരൂഹമായ ഇടപെടലുകൾ ചെയ്യുന്നതിൽ നിന്ന് മകനെ വിലക്കാനുള്ള ശേഷി പോലും സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ ഭരണപക്ഷത്തെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നാൽ എങ്ങനെ പ്രതിരോധിക്കും ഫക്രുദ്ദീൻ? അതിന് മുമ്പേ ഒരു കാര്യം, പ്രേമേന്ദ്ര കാര്യം ചോദിച്ചു CPM-മാർ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഫക്രുദ്ദീനെ വിളിച്ചത്. അരുണാന്ന് ക്ലിയർ ചെയ്യണം. കാരണം ഞാൻ ഈ ആരാൻ്റെ കുട്ടിയുടെ അച്ഛനാകാൻ പോകുന്ന ഒരാളല്ല. ടി വിയിൽ മോൻ കാണിക്കാനും എന്തെങ്കിലും സ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇടതുഭാഷ എന്താ അനുഭാവി അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിലല്ല എന്ന് കാര്യവട്ടത്ത് പഠിക്കുമ്പോൾ അരുണിനറിയാം. എനിക്ക് എൻ്റെ നിലപാടുണ്ടായിരുന്നു. അവിടുത്തെ SFIക്കാർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളുമായിരുന്നു ഞാനൊരു ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സാറിൻ്റെ കൂടെയുള്ള സേട്ടൻ സാറിൻ്റെ കൂടെയുള്ള ചർച്ചയിൽ എന്താണ് ഇടതുപക്ഷം, എന്താണ് എൻ്റെ ഫാമിലി കോൺഗ്രസ്, എൻ്റെ നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ LDFന് അങ്ങനെയല്ല, എന്നെ എല്ലാ ചർച്ചകളും നിങ്ങൾ പല ചർച്ചകളും കണ്ടിട്ടുണ്ടാവും. അതിലെല്ലാം തന്നെ എൻ്റെ ഒരു സ്റ്റാൻഡാണ് ഞാൻ പറയാറുള്ളത്. അതിന് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാവും. അത് ഇടതുപക്ഷ സ്വഭാവമാണെങ്കിൽ കോൺഗ്രസോ BJP പ്രേമൻ്റെ പാർട്ടി ആരാണ് ഞാൻ അവരെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തെറ്റായ കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് CPM-ന് ആളെ കിട്ടാത്തതുകൊണ്ട് ഗസ്റ്റ് കളിക്കാണ് എന്നെ വിളിച്ചത്. ആരുടെ എനിക്ക് SK സാറിനോട് ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും. അങ്ങ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതു സഹയാത്രികൻ എന്ന അർത്ഥത്തിലാണ്. അങ്ങേക്ക് CPM-നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ നൽകുന്നില്ല. പക്ഷേ അങ്ങേക്ക് CPM-നെ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു നാണക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ അതും അങ്ങേക്ക് ഈ വേദിയിൽ പറയാം ഫക്രുദ്ദീൻ. അല്ല, എനിക്ക് CPM-ന് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു CPM-ലോ CPI-ലോ കോൺഗ്രസിലോ BJP-ലോ ഒന്നും മെമ്പറല്ല. എനിക്കൊരു ഇടതുപക്ഷ പെർസ്പെക്റ്റീവ് അത് അതിനും അറിയാം. ജനപക്ഷത്ത് നിൽക്കുന്ന പെർസ്പെക്റ്റീവാണ്. കേരളത്തിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ജനപക്ഷത്ത് നിൽക്കുന്നത് CPM CPI. ആ ഒരു CPI മുമ്പാണ് കോൺഗ്രസിൻ്റെ കൂടെ സഖ്യത്തിലുണ്ടായിരുന്നത്, അവരാണ്. അപ്പോൾ ആ രീതി കേരളത്തിൽ അങ്ങനെ വിഭജിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തെറ്റായ അപമാനകരമാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഗസ്റ്റ് കളിക്കുകയല്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇടത് സഹയാത്രികനാണ്. പക്ഷെ അങ്ങനെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. ഇടത് സഹയാത്രികനായ അങ്ങ് ഈ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം മക്കളെ, പ്രത്യേകിച്ച് ബിനീഷ് കോടിയേരി അടക്കം ഇത്തരം മയക്കുമരുന്ന് വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്നവരെ തുടർച്ചയായി ബന്ധപ്പെടുകയും സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്യുന്നതൊന്നും അറിയാതെ പോവുകയോ ഇത്തരത്തിലുള്ള ദുരൂഹമായ ഇടപെടലുകളെ വിലക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങ് പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടതില്ല. കാര്യം പാർട്ടി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം, എന്നെ വിളിച്ചത് എൻ്റെ അഭിപ്രായം പറയാനാണ്. അത് ഞാൻ ഉപയോഗപ്പെടുത്താം. ഐ നോട്ട് ഡിഫെൻഡിങ് ദം, ഐ നോട്ട് ഫോർ ദം. ഓക്കെ, ഇതിൽ ഷാജഹാനൊക്കെ പറഞ്ഞ കേസിൽ കിളിയോ കേസ് പോലെയുള്ള അതൊക്കെ ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടമാണ്. എനിക്കൊക്കെ വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു കേസാണ്. ഞാൻ ഈ പറയുന്ന എന്താണ് യോഗത്തിലും വിധിയിലും പാപത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രോം സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ വാക്കിൻ്റെ പുറത്ത് ഈ ഷാജഹാനൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും വാക്ക് ഈ പറയുന്ന സോക്കോൾഡ് പ്രതികൾക്ക് അനുകൂലമായി വന്നാൽ അതിൻ്റെ ഫലം ഞാൻ എനിക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ചെറുപ്പക്കാരനെ പറ്റി ഇത്രയും കാലമായിട്ട് ഇത്രയും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നമ്മൾ നേരത്തെ അരുൺ ചോദിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് തെളിവുകളോട് കൂടി ഒന്ന് വരികയോ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഷാജഹാൻ തന്നെ പറഞ്ഞ പോലെ ഇവിടെ LDF-ഉം വരുന്നു, UDF-ഉം വരുന്നു. എന്തുകൊണ്ടത് ചെയ്യപ്പെടുന്നില്ല? അതേ സമയത്ത് ഇൻകേസ് അയാൾ അല്ലെങ്കിൽ എല്ലാ കേസുകളിലും അയാളല്ലെങ്കിൽ, ഇപ്പോൾ ഈ കേസുമായിട്ട് സ്വാഭാവികമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു, കാര്യങ്ങൾ ശരിയാണ്. അയാൾ അല്ലെങ്കിൽ എന്തൊരു അനീതിയാണ് അയാളോട് കാണിക്കുന്നത്? പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ നമുക്ക് പറയാം, സഖാബ് EMS ഒക്കെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഓടി നടന്ന ആളുകളെ. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് EMS-ൻ്റെ കുടുംബത്തിൽ രാധയുടെ ആണെങ്കിലും ശ്രീധരൻ്റെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന ലെഫ്റ്റ് സ്വത്തുള്ള താല്പര്യമാണെങ്കിലും മകൾക്ക് സാരി ഇല്ലാതെ പോയതാണെങ്കിലും അതിനുവേണ്ടി സാരിക്ക് വേണ്ടി കത്ത് എഴുതി കൊടുത്താണെങ്കിലും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം അത് വ്യാജമായിരുന്നു ഫക്രുദ്ദീൻ. അങ്ങനൊന്നും EMS എഴുതിയിട്ടില്ല. അതൊക്കെ പിന്നീട് ആൾക്കാർ പ്രചരിപ്പിച്ചത്. അത് പിന്നീട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ, ഇതിലേക്ക് വന്നാൽ ഒരു അച്ഛനും ഒരു പാർട്ടി സെക്രട്ടറിയും ഒരു നിലയിൽ പരാജയപ്പെടുമ്പോൾ മറ്റേ നിലയിലുള്ള പഴി കൂടി കേൾക്കേണ്ടി വരുന്നു എന്നതാണ് പ്രശ്നം ഫക്രുദ്ദീൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെ തന്നെ ചർച്ചയെ പറഞ്ഞ അടുത്ത് കേട്ടാ ഞാനത് വായിച്ചിട്ടില്ല. ഓക്കെ, അതിന് തിരുത്തി നന്നായി. അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തി പോകണം. ഓക്കെ, ഏതായാലും നമുക്കറിയാം EMS-ന്റെ ശ്രീധരൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം.
പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത അച്ഛനുണ്ട്, സ്വാഭാവികമാണ്. അപ്പം ആ അന്വേഷിക്കാനുള്ള ബാധ്യത അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഇനിയിപ്പോൾ കാണിച്ചിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം കണ്ണടച്ചതാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കിടക്കുന്നത് ഇങ്ങനെ എല്ലാം പറയുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് ഇയാളെ ഫിക്സ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഷാജഹാനെ പോലെയുള്ള ആൾ, ഞാൻ ഷാജഹാനോട് ഒന്നും ഒരു പ്രജിഡിസോട്, ഷാജഹാൻ തന്നെ അറിയാം, പ്രജിഡിസോട് കൂടി ഞാൻ ഷാജഹാൻ ഒരിക്കലും കണ്ടിട്ടുള്ള ആളല്ല. പക്ഷേ ഇത്രയും പറയും നമുക്ക് ഈ ഫിക്സ് ചെയ്യാനുള്ള കൃത്യമായ തെളിവ് എവിടെയാണ്? എന്തുകൊണ്ട് ഇയാളൊക്കെ രക്ഷപ്പെടുന്നു? റൈറ്റ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഈ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഇപ്പോൾ ഷാജഹാൻ പറയുന്നത് പോലെ 12ഓളം കേസുകൾ ഈ ചെറുപ്പക്കാരനെതിരെ ഉണ്ടായിരുന്നു. അതിന് പലതും പാർട്ടിയുടെ കേസുകളുണ്ട്, അതല്ലാത്ത കേസുകളും ഉണ്ടാവാം. ഈ കിളിരൂരടക്കം കവിയൂരടക്കമുള്ള കേസുകൾ വരുന്ന സമയത്തും ബിനീഷ് കോടിയേരിയുടെ പേര് അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മറ്റ് CPM നേതാക്കളുടെ മക്കളുടെ പേരും ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ UDF വരുമ്പോഴും ബിനീഷ് കോടിയേരിക്കെതിരെ അന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാൻ UDF-ലെ സർക്കാരിന് കഴിയാതെ പോകുന്നു, UDF നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു. പിന്നീട് UDF പ്രതിപക്ഷത്താകുമ്പോൾ വീണ്ടും ബിനീഷ് കോടിയേരിയെയും ബിനോയ് കോടിയേരിയെയും മുൻനിർത്തിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ വേട്ടയാടുന്നു എന്ന തോന്നലും ഉണ്ടാവുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒന്ന് അധികാര ദുർവിനിയോഗമാണെങ്കിൽ UDF ചെയ്യുന്നത് അധികാര ദുർവിനിയോഗത്തിന്റെ സെറ്റിൽമെന്റ് ആണ്. അല്ല, ഈ കാര്യത്തിൽ അരുൺ ചോദിച്ച വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ശ്രീ KM ഷാജഹാനും ശ്രീ ഫക്രുദ്ദീൻ അലിയും ഉന്നയിച്ചത് ഗൗരവത്തോടു കൂടി കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന പ്രശ്നം തന്നെയാണ്. പലപ്പോഴും ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ അത് അന്വേഷിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൽ പലപ്പോഴും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന ഒരു നയമാണ്, കീഴ്വഴക്കമാണ്. പക്ഷേ അതിനി മാറുമെന്ന് ഞാൻ പറയാൻ പറ്റുന്നും കൊണ്ടല്ല, പലപ്പോഴും ഇതെല്ലാം തമസ്കരിക്കപ്പെടുന്നു. എനിക്കറിയാം UDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ അന്ന് UDF-ൻ്റെ ഭാഗമല്ല, അന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ PC വിഷ്ണുനാഥ്, അന്ന് കോൺഗ്രസിൻ്റെ MLA ആണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യവും ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന 17 പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വ്യക്തമായ തെളിവുകളുള്ള 17 കേസുകളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലഭ്യമായിട്ടും നിർഭാഗ്യവശാൽ ആ ഗവൺമെന്റ് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്ന ശ്രീ KM ഷാജഹാന്റെ ആക്ഷേപം വളരെ വളരെ ശരിയാണ്. ഇവിടെ നിയമം പലപ്പോഴും അധികാരത്തിന്റെ സ്വാധീനവും അതുപോലെ ഉന്നതന്മാരുടെ മക്കളുമൊക്കെയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, എന്തെല്ലാം പുരോഗമനവും ജനാധിപത്യവും പറഞ്ഞാലും സമ്പന്നന്റെയും സ്വാധീനമുള്ളവന്റെയും മുമ്പിൽ നിയമം വഴിമാറുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ എന്താണ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുണ്ടായിട്ടുള്ള സ്ഫോടനാത്മകമായ വികാസത്തിൻ്റെ ഭാഗമായി ഒന്നും തമസ്കരിക്കാൻ കഴിയാത്ത നിലയിൽ പൊതുസമൂഹത്തിൻ്റെ സജീവമായ പരിഗണനയ്ക്കും ചർച്ചയ്ക്കും വരുമ്പോൾ പലതിലും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്താണല്ലോ സോളാർ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഒരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചു. കാരണം കടുംവെട്ട് എന്ന് വിശേഷിപ്പിച്ച കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ എടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങളിലെ അഴിമതിയെ സംബന്ധിച്ചും ക്രമക്കേടിനെ സംബന്ധിച്ചും അന്വേഷിക്കാൻ നിയുക്തമായ AK ബാലൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതി 4.5 വർഷം പഠനം നടത്തിയിട്ടും ഒരു ആക്ഷേപവും ആരോപണവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കേരളത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല, ഇത് മാറും, കേരളത്തിൽ മാറിയേ തീരൂ. അതാണ് ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞാൻ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹത്തെ വില കുറച്ച് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് CPM-ന്റെ പ്രതിനിധികൾ നിരന്തരം ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ശ്രീ ഫക്രുദ്ദീൻ അലി പങ്കെടുത്തിട്ടുള്ള ചർച്ചയിൽ തന്നെ CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പരാമർശിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവർക്ക് പകരമായി അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ള പരാമർശം ഞാൻ നടത്തിയിട്ടില്ല. അങ്ങനൊരു വ്യാഖ്യാനവും എന്നെ സംസ്ഥാന സെക്രട്ടറി റൈറ്റ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ജോർജ് കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ജോർജ് കുര്യൻ ഈ കേസിൽ പറഞ്ഞോളൂ എനിക്ക് പ്രേമേന്ദ്രൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇൻവോൾവ് ആയ
ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രധാനപ്പെട്ട CPM-ന്റെ പ്രത്യക്ഷമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ പോലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത പടവും വാർത്തയും പരിശോധിച്ചാൽ അറിയാം, അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇദ്ദേഹം. അപ്പോൾ പാർട്ടിക്ക് എങ്ങനെ ഇതിനെ തള്ളിപ്പറയാൻ കഴിയും? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാൻ ഒരു പോയിന്റ് കൂടി ഒന്ന് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ NIA ഉൾപ്പെടെയുള്ളവർ നടത്തി, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് CPM-നെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമോ എന്നുള്ളത്. അരുൺ ഒന്ന് ആഴത്തിൽ പരിശോധന നടത്തിക്കോ. ഞാൻ വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പുറത്തു വന്നതും ഈ മയക്കുമരുന്ന് കച്ചവടം പുറത്തു വന്നതും ഇത് രണ്ടും CPM-ലെ ആഭ്യന്തര സംഘടനാ പ്രശ്നങ്ങളുടെയും പഠനപ്പിണക്കത്തിൻ്റെയും കുടിപ്പകയുടെയും അനന്തരഫലമായിട്ടാണ് ഇത് രണ്ടും ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അന്വേഷിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് NK പ്രേമേന്ദ്രൻ. അതെന്തായാലും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. വളരെ കൗതുകരമായ ഒരു നിരീക്ഷണമാണ് അങ്ങ് മുമ്പിൽ വെച്ചത്. CPM-ൽ അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നമാണ് ഈ ഒരു സ്വർണ്ണക്കടത്ത് വിഷയത്തിലേക്ക് വന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്കതുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം. ജോർജ് കുര്യൻ, ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 10ാമത്തെ മണിക്കൂറിലേക്ക് ചോദ്യം ചെയ്യുകയാണ്. ചിലപ്പോൾ 2 സാധ്യതകളാണ് മുൻപിലുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് ഒന്നുകിൽ ഇന്ന് കസ്റ്റഡിയിലെടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തുവിടാം. ഇതേപോലെ ചോദ്യം ചെയ്യലിന് കസ്റ്റംസിന് മുന്നിലിരുന്ന ഒരാളുണ്ട്, BJP-യുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാനലിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ. ആ കോർഡിനേറ്റിംഗ് എഡിറ്റർ കസ്റ്റംസിന്റെ മുന്നിൽ നിന്ന് മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. എന്താ ചെയ്ത കുറ്റം? ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയെ ആദ്യം വിളിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ അനിൽ നമ്പ്യാർ. നേരിട്ട് BJP-യുടെ അംഗമല്ല, സമ്മതിച്ചു. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയുടെ ബിനീഷ് കോടിയേരിയും CPM-ന്റെ പ്രാഥമിക അംഗത്വമില്ല എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അനിൽ നമ്പ്യാർ ഈ കേസിൽ ഉൾപ്പെടുന്നു, സന്ദീപ് നായർ ഈ കേസിൽ ഉൾപ്പെടുന്നു, മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ KT റമീസുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടും ഉൾപ്പെടുന്നു. ഇപ്പോൾ ബിനീഷ് കോടിയേരിയും കേസിൽ ഉൾപ്പെട്ടു. എല്ലാവരുമായി ഇനി ഏതെങ്കിലും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമേ ഈ കേസിൽ ഇപ്പോൾ നേരിട്ട് ഇതിൽ ബന്ധപ്പെടാതെയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, ആ അർത്ഥത്തിൽ ബിനീഷ് കോടിയേരി ആണെങ്കിൽ അനിൽ നമ്പ്യാരുണ്ട്, ആ അർത്ഥത്തിൽ സന്ദീപ് നായരുണ്ട്. ചുരുക്കത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ചെക്ക്മേറ്റായി, ഇതൊരു ഗോൾഡ് സ്മഗ്ലിംഗ് കേസായി തെളിയിക്കപ്പെടാതെയോ ശിക്ഷിക്കപ്പെടാതെയോ പോകാവുന്ന കേസുകളൊന്നായി പരിണമിക്കാൻ പോവുകയാണോ? ഇതൊരു ചെക്ക്മേറ്റാണോ ജോർജ് കുര്യൻ? അല്ല അരുണ, ഈ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മാധ്യമപ്രവർത്തകനാണല്ലോ. ചില കേസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കേരള രാഷ്ട്രീയം മാറുകയാണ്. ഏതെങ്കിലും പത്രപ്രവർത്തകൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടി മറുപടി പറയണമെന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത്? അന്ന് ഞങ്ങളാരും പോയി ഒളിച്ചില്ല, ഞങ്ങൾ ആ ചർച്ചകളിൽ പങ്കെടുത്തു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇതാ ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന ആൾക്കാരാണ് ഉത്തരവാദികളെന്നല്ലേ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അപ്പോൾ ഇത് വേറെ ആരുമല്ലല്ലോ. ഇതിപ്പം അരുൺ തന്നെ വളരെ ബുദ്ധിമുട്ടി ആ അനിൽ നമ്പ്യാരും BJP ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇതങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അച്ഛൻ്റെ മകനല്ലേ. മാർക്സിസ്റ്റുകാർ അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ശരിയാണ്, ഇവിടെ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും അതവർ സെറ്റിൽ ചെയ്യും. കാരണം UDF LDF എന്ന് പറയുന്നത് സരിത സ്വപ്നങ്ങളാണ് കേരളത്തിൽ. സരിത UDF-ന്റെ കാലഘട്ടത്തിൽ അഴിമതി, സ്വപ്നയുടെ കാലഘട്ടത്തിലെ അഴിമതിയും അതുപോലെ തന്നെ കള്ളക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും. അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങളെ ഇനിയിപ്പം UDF-ന് വോട്ട് ചെയ്യുമ്പോൾ അത് സരിതയ്ക്ക് വോട്ട് ചെയ്യുന്നുവെന്നും LDF-ന് വോട്ട് ചെയ്യുമ്പോൾ അത് സ്വപ്നയ്ക്ക് വോട്ട് ചെയ്യുന്നുവെന്നാണ് ധരിക്കേണ്ടത്. പിന്നെ LDF ഭരിച്ച കാലഘട്ടത്തിലാണ് ഈ കേസുകളൊക്കെ വന്നത്. അപ്പോൾ ആ കേസുകൾ ഇവിടെ പറഞ്ഞല്ലോ, ഷാജഹാൻ പറഞ്ഞല്ലോ. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, മുഖ്യമന്ത്രി തന്നെ ആഗ്രഹിച്ചിരുന്നു ഇയാളെ കൊടുക്കാൻ വേണ്ടി. VIP പ്രയോഗം ഓർക്കുന്നില്ല അരുൺ? VIP വേറൊരു VIP-യുടെ മകനും കൂടെ കൂടിയാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. LDF-ന്റെ മുഖ്യമന്ത്രി പോലും ആഗ്രഹിച്ചിട്ട് നടന്നില്ല. പിന്നെ വേറൊന്ന്, അതങ്ങനെ അവർക്ക് അത് തേച്ചു മാച്ച് കളയാൻ സാധിച്ചു. പിന്നെ ചെക്ക് കേസ് 14 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ പണമാണോ എന്നാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചോദിച്ചത്. ആരാ പണം കൊടുത്തത്? കുത്തക മുതലാളിമാരല്ലേ. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ? ഒരു പാർട്ടി സെക്രട്ടറിക്ക് ചേർന്നതാണോ? അതുപോലെ DNA-യുടെ വിഷയം വന്നപ്പോൾ മാർക്സിസ്റ്റുകാർ പറഞ്ഞപ്പോൾ DNA ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ സംഭവമാണെന്നാണ് പറഞ്ഞത്.
അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്ത് വരുന്ന അവസരത്തിൽ അവർ ഓടി ഒളിക്കും, അവർ മറുപടി പറയില്ല. എന്നിട്ട് അച്ഛൻ വന്നിട്ട് പറയും കൊന്നോളാൻ പറയും. ഇതൊരു ഭീരുത്വമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇപ്രാവശ്യം രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ 3 അനുസരിച്ച് ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നാണ് പറയുന്നത്. ഈ സ്വത്തിനെ പറ്റി പണം വന്നിട്ടുണ്ട് എങ്കിൽ അത് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ അകത്ത് മയക്കുമരുന്നാണ്, 10 വർഷം വരെയും കിട്ടാം, സ്വത്തുമൊക്കെ കണ്ടുകെട്ടാം. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത്. അരുണ, മഹാരാഷ്ട്രയിലൊരു കേസ് 1 വർഷം മുമ്പ് ഉണ്ടായതാണ്, ഓർക്കുന്നുണ്ടാകും. NIA അന്വേഷിക്കുന്നതാണ്. ഈ കഴിഞ്ഞ മാസം അവരെ അറസ്റ്റ് ചെയ്തത്. NIAയുടെ രീതി അതാണ്, പൂർണ്ണമായിട്ടുള്ള തെളിവ് കിട്ടാതെ അവർ അറസ്റ്റ് ചെയ്യില്ല. ശിവശങ്കരനും സ്വപ്നയും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സ്വർണം വന്ന അവസരത്തിൽ സ്വപ്ന ശിവശങ്കരനോട് പറഞ്ഞു ഒന്ന് വിളിക്കണമെന്ന്. അത് ശിവശങ്കരൻ സമ്മതിച്ചു, അതുപോലെ തന്നെ സ്വപ്നയും സമ്മതിച്ചു. അതിന്റെ അന്വേഷണം നടക്കുന്നില്ല എന്നാണോ ആരും കരുതിയിരിക്കുന്നത്? അല്ല, പക്ഷേ ജോർജ് കുര്യൻ, എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഗൂഢാലോചനയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ശിവശങ്കറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം NIAയോ കസ്റ്റംസോ പുറത്തുവിട്ടിട്ടുണ്ടോ? ഈ ശിവശങ്കറിന് സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം? മുമ്പേ അരുൺ മുമ്പേ പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു. അതായത് ഈ അകത്തളങ്ങളിൽ NIA കൊടുത്ത ആ റിപ്പോർട്ടിൽ ഈ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും അകത്തളങ്ങളിൽ സ്വാധീനമുള്ളയാളാണ് സ്വപ്ന എന്നാണ് എഴുതിയിരിക്കുന്നത്. കോറിഡോർസ് ഓഫ് പവർ എന്നാണ്, അധികാരത്തിന്റെ ഇടനാഴികളിൽ. പക്ഷെ അതിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഈ കേസ് തുടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ കേസ് തുടങ്ങണം അല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുന്നതാണെന്ന് കൂടി പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ല. മുഖ്യമന്ത്രിയും കത്തെഴുതിയിട്ടുണ്ട് അന്വേഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. ഇവിടെ NIA കൊടുത്ത റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്വപ്ന സുരേഷ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഈ സ്വർണം വന്ന അന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചില്ല. സ്വപ്നയും പറഞ്ഞു, ഞാൻ ശിവശങ്കറിനോട് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ എന്താ അറിയാവുന്നതെന്ന് സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയാമല്ലോ. അതിൻ്റെ അന്വേഷണം നടക്കുകയായിരിക്കുമല്ലോ, യാതൊരു സംശയവും വേണ്ട. ഞാൻ KM ഷാജഹാനിലേക്ക് പോകുന്നു. KM ഷാജഹാൻ, ഇതിൽ ഇപ്പോൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസ് നേരിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ഒരു കേസല്ല ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ. അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ UAFX എന്ന് പറയുന്ന കമ്പനിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്വപ്ന സുരേഷിന് കമ്മീഷൻ കൊടുത്ത കമ്പനിയിൽ അബ്ദുൽ ലത്തീഫ് എന്നയാൾ ഈ ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണോ എന്നതാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനെ നേരിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാവുന്ന ഒന്നും നമ്മുടെ മുൻപിലില്ല. രണ്ടാമത്തത്, ഈ B ക്യാപിറ്റൽ ഫിനാൻസ് സർവീസസ് എന്നുള്ള ബാംഗ്ലൂരുവിൽ തുടങ്ങിയ കടലാസ് കമ്പനിയിൽ 1 ലക്ഷം രൂപയുടെ ഓഹരി ഈ ബിനീഷ് കൊടിയേരിയുടേതാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഇതിനെക്കുറിച്ചും അന്വേഷണമുണ്ട്. 3 മറ്റ് കമ്പനികളും ഇപ്പോൾ പ്രവർത്തനരഹിതമായ കമ്പനികളുണ്ട്. ഇതിലേക്ക് എന്തെങ്കിലും പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്നത് നേരത്തെ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അത് ബിനീഷ് കൊടിയേരിയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ധരിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിന് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നോക്കൂ, ബിനീഷ് കൊടിയേരി ഉൾപ്പെടാത്ത ഒരു ബിസിനസ്സുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീണ്ടുപോകുന്ന ചോദ്യം ചെയ്യലിൽ ബിനീഷ് കൊടിയേരിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത നിരവധി ഇടപാടുകൾ ഉണ്ടാവും എന്ന സംശയം സ്വാഭാവികമല്ലേ KM ഷാജഹാൻ? അരുൺ പറഞ്ഞതിനകത്ത് ഒരുപാട് പെശകുകളുണ്ട്. ആ പെശകുകൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്വന്തമായ ജൂറിസ്ഡിക്ഷൻസ് ഇല്ല. അവർ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പണമിടപാടിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ അന്വേഷണം എന്നാണ് എനിക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ഈ ബിനീഷ് കൊടിയേരിയെ
ചോദ്യം ചെയ്യുന്നതിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പണത്തിന്റെ വരവും പോക്കുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ഞാൻ പറഞ്ഞ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരം പുറത്തു വരുന്നതിന് മുമ്പ് മുതൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിനകത്ത് സാങ്കേതികമായ ഒരു പ്രശ്നമുള്ളത് അതിനകത്ത് സാങ്കേതികമായ ഒരു പ്രശ്നമുള്ളത് സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നത് നിലവിൽ 2 ഏജൻസികളാണ് പ്രധാനമായും. 3 ഏജൻസികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും NIA-യും കസ്റ്റംസും ഇതുവരെ ബിനീഷ് കൊടിയേരിയുടെയോ ഈ VAFXന്റെയോ അന്വേഷണത്തിന്റെ പരിധിയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് കമ്മീഷൻ കൊടുത്തതാണ് ഈ 2 കമ്പനികളും. ഈ ഫോർത്ത് ഫോഴ്സ് എന്ന കമ്പനിയും VAFX എന്ന കമ്പനിയും. അത് NIA-യുടെ പരിധിയിലും ഇതുവരെ വന്നിട്ടില്ല, കസ്റ്റംസിന്റെ പരിധിയിലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നത്? അല്ല, അരുൺ പറഞ്ഞു തീർന്നോ? യെസ്, പറഞ്ഞു തീർന്നോ? പറഞ്ഞോളൂ. UAFX-ഉം ഈ അന്വേഷണവുമായി ഒരു ബന്ധവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അരുൺ നേരത്തെ പറഞ്ഞ 2 കമ്പനികൾ, ഒന്ന് BEE ക്യാപിറ്റൽസ് ഫോറക്സ് ലിമിറ്റഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, 2 B ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളും പണമിടപാടുമായി ബന്ധപ്പെട്ട് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന 2 കമ്പനികളാണ്. മൂന്നാമതായി ഞാൻ അരുണിന് അറിയാത്തൊരു കാര്യം ഞാൻ അരുണിന്റെ അടുത്ത് പറയാം. ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് 5/12/2006 ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലാണ് നേരത്തെ അരുൺ പറഞ്ഞ ഈ തെക്കുവിളയിൽ അമീർ കണ്ണ് റാവുത്തർ അബ്ദുൾ ലത്തീഫ് എന്ന ഈ ബിനീഷ് കൊടിയേരിയുടെ ബെനാമി ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതും ഫോറക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. അപ്പം ബിനീഷ് കൊടിയേരിക്ക് ഈ B ക്യാപിറ്റൽസ് ഫോറക്സ് ട്രേഡിംഗ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡുമായും B ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായും ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പരോക്ഷമായിട്ട് ബന്ധമുണ്ട്. അപ്പം 3 ഫോറക്സ് കമ്പനികളുമായി ബിനീഷ് കൊടിയേരിക്ക് നേരിട്ടും പരോക്ഷമായും ബന്ധങ്ങളുണ്ട്. ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് വരികയും കള്ളപ്പണം വെളുപ്പിക്കുകയും, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മണി ലോണ്ടറിങ് നടക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ജോർജ് കുര്യൻ അത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ED ഇപ്പോൾ അന്വേഷിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് PMLA എന്ന് പറഞ്ഞിട്ടുള്ള, പച്ച മലയാളത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കൊടിയേരി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുള്ള സ്ഥാപനങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഇങ്ങനെ നീളുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒറ്റ സെന്റൻസ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബിനീഷ് കൊടിയേരിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. ആ സമയം ആവശ്യപ്പെട്ടത് കൊടുക്കാൻ ED തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകാതെ അടിയന്തര സ്വഭാവത്തോടുകൂടി ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യുന്നത് ഒരു പക്ഷേ, ഇംഗ്ലീഷിൽ പെർഹാപ്സ്, ഒരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കൊടിയേരിക്ക് നേരിട്ടും പരോക്ഷമായും ബന്ധമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ, ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം എന്നാണ് എനിക്ക് കിട്ടുന്ന ആധികാരികമായിട്ടുള്ള വിവരം. അത് ശരി തന്നെയാണ് KM ഷാജഹാൻ. ഈ 3 കമ്പനികളും പക്ഷേ നിർഭാഗ്യവശാൽ 2016 മുതലോ 17 മുതലോ പ്രവർത്തനരഹിതമാണ് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവർത്തനരഹിതമായ ഒരു കമ്പനി IT റിട്ടേൺസ് മാത്രമേ ഉള്ളൂ. IT റിട്ടേൺസ് ഇതിൽ B ക്യാപിറ്റൽ സർവീസ് ഫിനാൻസ് ലിമിറ്റഡും പ്രവർത്തനരഹിതമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2006 ആരംഭിച്ച തെക്കുവിളയിൽ അമീർ കണ്ണ് അബ്ദുൾ ലത്തീഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള സ്ഥാപനം ഇപ്പോഴും പ്രവർത്തന നിരതമാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇനി ഒരു കാര്യം കൂടി KM ഷാജഹാൻ, അതിലെ ഈ അബ്ദുൾ ലത്തീഫ് തന്നെയാണ് ഈ VAFX എന്ന് പറയുന്ന കമ്പനിയുടെ UAFX എന്ന് പറയുന്ന കമ്പനിയുടെയും ഡയറക്ടർ ബോർഡിൽ അംഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്ന രീതിയിലാണ് ഈ ഘട്ടത്തിൽ സംശയം. മാത്രമല്ല ഇതിൽ ഇപ്പോൾ ഈ ബിനീഷ് കൊടിയേരി ഉപയോഗിക്കുന്ന കാറ് പോലും ഈ അബ്ദുൾ ലത്തീഫിന്റെ സഹോദരൻ്റെതാണ് എന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് കൂടി ഈ ഘട്ടത്തിലുണ്ട്. അതെന്ത് തന്നെയായാലും ഈ വരുന്ന
വരുന്ന മണിക്കൂറുകൾ ആ അർത്ഥത്തിൽ വളരെ നിർണായകമാണ്. അതിനുശേഷം ബിനീഷ് കോടിയേരിയെ 2 സാധ്യതകൾ, ശിവശങ്കരനെ വിട്ടതുപോലെ വിട്ടയക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആർഗ്യുമെന്റുകളെല്ലാം KM ഷാജഹാന് പിൻവലിക്കേണ്ടി വരും. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടും അങ്ങ് ഈ പറഞ്ഞ എല്ലാ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽപ്പെട്ട തെളിവുകൾ നിർത്തിയിട്ടും അരുൺ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകരുത്, അത് നടക്കില്ല. അതായത് ഒന്നാമത്തെ കാര്യം എം ശിവശങ്കരനെ ചോദ്യം ചെയ്ത് അങ്ങ് വിട്ടു എന്നും പറഞ്ഞ് എം ശിവശങ്കരനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സോണറേറ്റ് ചെയ്തതാണെന്ന് അരുൺ കരുതരുത്. നിങ്ങൾ പറഞ്ഞോളൂ. ഈ ശിവശങ്കരനെ സ്വർണ്ണക്കടത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് KM ഷാജഹാന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അല്ല, KM ഷാജഹാന്റെ അഭിപ്രായം അല്ല ഇവിടുത്തെ അഭിപ്രായം, അരുൺകുമാറിന്റെ അഭിപ്രായവും അല്ല അഭിപ്രായം NIA-യുടേതാണ്. അതെന്തായാലും KM ഷാജഹാന് പറയാൻ കഴിയില്ലല്ലോ. അരുൺകുമാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഞാൻ എന്നൊന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാമെങ്കിൽ പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, അതിനും വിഷമില്ല. പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാവോ? അങ്ങ് പറഞ്ഞോളൂ. അരുൺകുമാർ ഇങ്ങനെ ജഡ്ജ്മെന്റുമായിട്ട് ഇറങ്ങരുത്. അരുൺകുമാർ ജഡ്ജിയല്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നിങ്ങൾ പറയുന്ന സമയത്ത് ഒരാളെ പ്രതിയാക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. 2, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരാളെ ചോദ്യം ചെയ്തങ്ങ് വിട്ടു എന്നുള്ളത് കൊണ്ട് എക്സോണറേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് ഇറക്കരുത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇപ്പം ചോദ്യം ചെയ്തങ്ങോട്ട് വിട്ടാൽ KM ഷാജഹാൻ പറഞ്ഞതെല്ലാം വിഴുങ്ങണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് വിഴുങ്ങാനോട്ട് തയ്യാറാവുകയില്ല. 20 വർഷമായി നിൽക്കുകയാണ് അരുൺകുമാർ. ചെറുപ്പമാണ്. എന്റെ ചെറുപ്പമോ യൗവനമോ വാർദ്ധക്യമൊന്നും വിഷയമൊന്നുമല്ല KM ഷാജഹാൻ. എന്റെ പ്രശ്നം ഇതാണ്, KM ഷാജഹാൻ, ഈ നിലവിൽ ശിവശങ്കരൻ കുറ്റക്കാരനാണ് എന്ന് സാങ്കേതികമായി നിയമത്തിന്റെ ഭാഷയിൽ പറയാൻ KM ഷാജഹാന് കഴിയും? ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാൽ ഞാൻ പറയുന്നു, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി ദേശദ്രോഹവുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്ന സമയത്ത് അവർ ശിവശങ്കരന് ഇതുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കുറ്റപത്രം എഴുതി കയ്യിലോട്ട് തരണമെന്ന് നടക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സമയമുണ്ട്. അരുൺകുമാർ അന്വേഷിച്ചിട്ടുണ്ടോ? അരുൺകുമാർ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് 29 പേരെയാണ് അവർ ചോദ്യം ചെയ്തിട്ട് പോയത്. അരുൺകുമാറിന് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് കാണാതിരുന്നതായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ചോദ്യം ചെയ്യുന്ന എല്ലാവരും കുറ്റക്കാരാണ് എന്ന് കരുതാനല്ലോ നമ്മളുടെ നീതിശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത് എക്സോവൈ. ഞാൻ ബിനീഷ് കോടിയേരിക്ക് പ്രതിരോധം എടുക്കുന്നുമല്ല, പക്ഷെ അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിലവിൽ ഈ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. എന്നെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാവോ? ഒരൊറ്റ സെന്റൻസേ ഇനി പറയുള്ളൂ. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊറോബറേറ്റ് ചെയ്യാനുള്ള തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 25-30 മണിക്കൂർ അവർ ചോദ്യം ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം രാഷ്ട്രീയ പൊതുവായ ചോദ്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലും ഈ NIA-യുടെ പറഞ്ഞോളൂ. അതായത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം. ആ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള അഭിപ്രായം വരാൻ പാടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വരുത്താൻ വേണ്ടി അവർ വിശദമായും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊറോബറേറ്റ് ചെയ്യാനുള്ള മുഴുവൻ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ KM ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ 3ഓളം ഫോറിൻ എക്സ്ചേഞ്ച് അഥവാ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന കമ്പനികളിലാണ് ഈ ബിനീഷ് കോടിയേരിക്ക് ബിനാമി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരു കമ്പനിക്ക് ഈ റമീസുമായിട്ടുള്ള ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് സാങ്കേതികമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നതും. വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെ വ്യാപരിച്ച് കിടക്കുകയാണ് ബിനീഷ് കോടിയേരിയുടെ ബന്ധങ്ങൾ. അദ്ദേഹം KCA പോലും അഥവാ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പോലും തന്റെ അടയാളപ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിൽ, അത് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന രീതിയിൽ ചില ശ്രമങ്ങൾ നടത്തുന്നു. KCA-യുമായി ബന്ധപ്പെട്ട അതിഥികളെ സ്വീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി, സിനിമയുമായി ബന്ധപ്പെട്ടും ബിനീഷ് കോടിയേരി, ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്നയാൾക്ക് സഹായം നൽകാൻ ബിനീഷ് കോടിയേരി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതിക്ക് കമ്മീഷൻ നൽകുന്ന കമ്പനിയിലും ഒരു ബിനാമിയായി ബിനീഷ് കോടിയേരി. ഇത്രയും അധികം
വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണോ ഫക്രുദ്ദീൻ നമ്മൾ ഈ ബിനീഷ് കൊടിയേരിയെ വിലയിരുത്തേണ്ടത്? അതിനപ്പുറം ഈ രാഷ്ട്രീയാധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും അതിനെ ആരും സംരക്ഷിക്കില്ല, അല്ലെങ്കിൽ അതിനെ ആരും തൊടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമായി മാറിയ ഒരു ക്രിമിനലായ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ക്രിമിനലായി ആക്ടിവിറ്റികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണോ ബിനീഷ് കൊടിയേരിയെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? എങ്ങനെയാണോ ഫക്രുദ്ദീൻ ഈ ബിനീഷിനെതിരെയുള്ള ആരോപണങ്ങൾ, എത്രയോ ആരോപണങ്ങളാണ് വന്നത്, ഈ ആരോപണങ്ങളെ പൊതുവെ ഫക്രുദ്ദീൻ കാണുന്നത്? നമ്മൾ ഒരു ഡോണിനെ അല്ലെങ്കിൽ പിന്നെ 20-ാം നൂറ്റാണ്ട് സിനിമയിലെ ശേഖരൻകുട്ടിയെ കേരളത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് എന്നാണ് പലപ്പോഴും ബിനീഷിന്റെ പേരിലുള്ള ഇത്രമാത്രം ആരോപണങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആരോപണങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ മേൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ക്രെഡിറ്റിലേക്കൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. ഞാൻ അരുണിനെ പോലെ ഒരു സാധാരണക്കാരനാണ്. ഞാനിപ്പോൾ ഷാജഹാനെ പോലെ ഇതിൻ്റെ ഉള്ളിലൊന്നും കളിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ പ്രേമേന്ദ്രനെ പോലെ പൊളിറ്റിക്കൽ സർക്കിളിൽ കളിക്കുന്ന ആളല്ല. പക്ഷെ ഒരു സാധാരണക്കാരനായി നമ്മൾ കാണുമ്പോൾ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷെ നമുക്ക് എന്തോ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. എനിക്കിപ്പം ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുമ്പത്തെക്കാട്ടും ഒരു പക്ഷേ ബിനീഷൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ CPM കൂടുതൽ ഡിഫെൻസീവ് ആവുന്നു, സർക്കാർ കൂടുതൽ ഡിഫെൻസീവ് ആവുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതേസമയം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇത് റിയാലിറ്റിയേക്കാളും ഇന്ന് നമുക്ക് ഓരോ ദിവസം ചർച്ച ചെയ്യാൻ ഓരോ കാര്യങ്ങൾ വേണം. നമുക്ക് ഓരോ ദിവസം അത്രയും സമയത്തിന് ഇടയ്ക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ ചർച്ചകൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ റിയാലിറ്റിയുടെ തലത്തിലേക്ക് പോവുകയല്ലേ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യം ഈ കേസ് വന്ന ആദ്യ സന്ദർഭത്തിൽ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. സോഫ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചോന്നായിരുന്നു നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല. ഇപ്പം ഒരു മാസം കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, ജോൺ ബ്രിട്ടാസ്, എനിക്കറിയില്ല വേറെ മാധ്യമപ്രവർത്തകൻ്റെ പേര് ഇവിടെ പറയാൻ പറ്റും, പക്ഷേ മിക്ക മാധ്യമങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജോൺ ബ്രിട്ടാസ് ആണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പല സ്ഥലത്തും വരുന്നത് കണ്ടു. പക്ഷേ അതിനെ പറ്റി ഒരു കൺഫർമേഷൻ ഇല്ല, അദ്ദേഹത്തിന് ആരും വിളിച്ചിട്ടില്ല. അതായത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന എന്നാൽ CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അധികാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെല്ലാം എന്താണ് ഈ പറയുന്നതിനെ മാതിരി പണ്ട് പഞ്ചാന്തരം കഥയിൽ ആടിനെ പട്ടിയാക്കിയതുപോലെ അങ്ങ് ഓരോ ചർച്ചകൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് എടുത്തു ചാടി ഒരു നിഗമനത്തിലേക്ക് പോകാതിരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരു കേസോ അതുമായി ബന്ധപ്പെട്ട തെളിവോ കൺവിക്ഷനോ ഇല്ലാതെ എന്നെപ്പോലുള്ള ആൾക്ക് മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അങ്ങനെ പറയാൻ പറ്റും. അതുവരെ വന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നൂടെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ തന്നെ ആണെങ്കിൽ ഇയാളെ പറ്റി എന്തൊക്കെ ആരോപണങ്ങൾ, ഞാൻ BJP-യുടെ ആളുണ്ടല്ലോ ഇവിടെ, സുരേന്ദ്രൻ, ഈ ചെറുപ്പക്കാരൻ്റെ കല്യാണം നടന്ന സമയത്ത് സുരേന്ദ്രൻ കൊണ്ടുവന്ന ആരോപണമുണ്ട്. എന്നുവെച്ചാൽ ഈ ചെറുപ്പക്കാരൻ്റെ കല്യാണത്തിന് പിന്നെ നമ്മുടെ D കമ്പനി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീം വന്നു, സുരേന്ദ്രൻ തെളിവ് തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതായാലും ഈ കേസിലൊക്കെ കേട്ടല്ലോ, നമുക്കറിയാം ഇനി ഏതായാലും ഇയാളെ കണക്ട് ചെയ്യുന്ന ഒരു തെളിവ് കിട്ടുക, പഠിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ സുരേന്ദ്രൻ ആ തെളിവ് കൊടുത്തിട്ടില്ല. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാരിങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ രണ്ടാമത് ഷാജഹാൻ, ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തെളിവുണ്ട്, ഇദ്ദേഹം അത് കൃത്യമായി ഫിക്സ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിപത്ത് കേരളത്തിൽ വരിക എന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ പെൺകുട്ടികളുണ്ട്, നമ്മളെല്ലാ ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇയാളെ പറ്റി അടുത്ത കാലത്ത് ഏതൊരു തിരുവനന്തപുരത്തെ കാർ ആക്സസറീസിൻ്റെ കമ്പനി പിടിച്ചെടുത്തുന്ന നമ്മളൊക്കെ ഇന്നല്ലേ നാളെ ബിസിനസ് ചെയ്യാൻ പോലും. നമ്മൾക്കെല്ലാം ഭീഷണിയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ തെളിവുണ്ടായിരുന്നു, കൃത്യമായി എനിക്ക് ഞാൻ ഏതറ്റം വരെ പോയി ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ ഒരു തെറ്റുമാണ്. ഒരാൾ കുറച്ച് ഡിഫറൻ്റ് ആയതുകൊണ്ട് അയാൾ വേറെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഇങ്ങനെ എന്താണ് മായികല്ലോ, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ എല്ലാ മേഖലയും കൈയിട്ട് പോകുന്നൊരാൾ. സ്വാഭാവികമായിട്ട് പഠിച്ച കള്ളനാണെങ്കിൽ അയാൾ ചെയ്യാന്ന് വെച്ചാൽ അച്ഛനുമായിട്ടുള്ള ബന്ധമൊക്കെ വെച്ചുകൊണ്ട് ഇതൊരു കാരണവശാലും അയാളെ ബന്ധങ്ങളൊന്നും ഇത്തരം ആളുകളായിട്ടുള്ള ബന്ധങ്ങളൊന്നും പുറത്തറിയിക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കും. ഇയാളതല്ല ഈ പറയുന്ന മാഫിയകളൊക്കെ കൈ ഇട്ടുകൊണ്ട് നിൽക്കും, ഫോട്ടോ എടുക്കും, ഇതെല്ലാവരെയും കാണിക്കും. എന്തൊരു ഫിഗറാണിത്. അവിടെ ഒരു അബദ്ധമുണ്ട്. കാര്യം ഇതൊന്നും ബിനീഷ് കൊടിയേരി ഷെയർ ചെയ്ത വാളിൽ നിന്ന് കിട്ടിയതല്ല. ബിനീഷ് കൊടിയേരിക്കൊപ്പം നിൽക്കുന്ന ഈ ക്രിമിനലുകളുടെ ഫേസ്ബുക്ക് ശേഖരത്തിൽ നിന്ന് കിട്ടിയ ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഫക്രുദ്ദീൻ, ഒരു സംശയം. ഇപ്പോൾ ഫക്രുദ്ദീനും നമ്മളും എല്ലാം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങളിങ്ങനെ ചെന്നുപെടുന്നതെല്ലാം ഇത്തരം കുഴപ്പം പിടിച്ച കേസുകളിലാവുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന്, നിങ്ങളൊരു ജനജാഗ്രത യാത്ര നടത്തുന്നു, അതിനൊരു കാറ് തിരഞ്ഞെടുക്കുന്നു. ആ കാറ് മിനി കൂപ്പർ കാറ് പിന്നീട് അറിയുന്നു അതൊരു വലിയ തട്ടിപ്പ് നടത്തിയ ആളുടെ കുടുംബത്തിൽപ്പെട്ട കാറാണെന്ന് തിരിച്ചറിയുന്നു. പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് മാറി ഈ പറയുന്ന സ്വർണ്ണ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽപ്പെടുന്നു. മറ്റൊന്ന് മയക്കുമരുന്നുമായി, ടീഷർട്ട് തുടങ്ങിയ ഒരു വ്യവസായിക്ക് കാശ് കൊടുത്തതാണ്. പക്ഷേ ഒടുവിൽ ആ വ്യവസായിയെ പിടിച്ചത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് കടത്തിയതിൻ്റെ പേരിലാണ്. അയാൾ മൊഴി കൊടുത്തിരിക്കുന്നു, ഇയാൾ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്.
സോ എല്ലാ പാർട്ട്ണർഷിപ്പുകളും ക്രിമിനൽ പാർട്ട്ണർഷിപ്പുകളായി മാറുന്നതിന്റെ ലോജിക് അതെന്താണെന്നാണ് ഇനിയും നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് ഫക്രുദ്ദീൻ. ഒരുപക്ഷെ ഇതിലെല്ലാം അദ്ദേഹം ചതിക്കപ്പെടുകയാണ് എന്നുള്ള ഇരുവാദം ഫക്രുദ്ദീൻ ഉന്നയിക്കാം, പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ കഴിയില്ല. വെൽക്കം ബാക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യുന്നത് 10ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. എൻകൗണ്ടറിന്റെ അവസാന പാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഓരോ മിനിറ്റ് വീതമാണ് നമ്മൾ അതിഥികൾക്ക് ലഭിക്കുക. അതുകൊണ്ട് സമയം കൃത്യമായി നമ്മുടെ ടൈമറിൽ ഉണ്ടാവും. എൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങുന്നു. എൻ കെ പ്രേമചന്ദ്രൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് നേരത്തെ പറഞ്ഞതുപോലെ ആരോപണങ്ങളെല്ലാം വന്നിട്ട് ആരോപണത്തിന്റെ ശരശയ്യയിൽ ഒരാളെ കിടത്തുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഒടുവിൽ ഇദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനെയും അതിജീവിച്ച് മുന്നിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ എന്നൊരു അടയാളപ്പെടുത്തലായിരിക്കുമോ ബിനീഷ് കൊടിയേരിക്ക് ബാക്കി ഉണ്ടാവുക? എൻ കെ പ്രേമചന്ദ്രൻ. ഇത് കേരളത്തിലെ സാധാരണ മനസ്സുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയുന്ന കാര്യമാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള, കേരളത്തിന് പുറത്തുമുണ്ടായിട്ടുള്ള കേസുകളൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പല കേസുകളും ഒത്തുതീർപ്പായി അല്ലെങ്കിൽ ഒത്തുതീർത്തു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളും തീർപ്പാക്കാൻ കഴിയുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൊന്നും അദ്ദേഹത്തിന് പ്രത്യക്ഷമായിട്ടുള്ള ഉത്തരവാദിത്വമില്ല എന്ന നിലയിലല്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായിട്ടുള്ള രാജ്യാന്തര രംഗത്ത് പോലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഈ രണ്ട് കേസും തമ്മിൽ പരസ്പര പൂരകമാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് നേരത്തെ ഇവിടെ ശ്രീ കെ എം ഷാജഹാൻ സൂചിപ്പിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിന് കിട്ടിയിട്ടുള്ള അവിഹിത സമ്പാദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കേസ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്നത്? അവർ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞതാണ് 4 കമ്പനികളിൽ നിന്നാണ് തനിക്ക് കമ്മീഷൻ ലഭിച്ചത്. അതിലൊരു കമ്പനിയാണ് ഈ പറയുന്ന UAFX എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയുടെ ഡയറക്ടർമാരെ സംബന്ധിച്ചുള്ള അന്വേഷണം പരിശോധന. സമയം കഴിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. അങ്ങയുടെ ഒരു മിനിറ്റ് ഇവിടെ കഴിയുന്നു. അങ്ങ് പറഞ്ഞത് ബോധ്യപ്പെട്ടു. ജോർജ് കുര്യൻ, 1 മിനിറ്റ്. അല്ല, ഈ സ്വപ്ന പിടിയിലായ ദിവസം ബിനീഷ് കോടിയേരി പല പ്രാവശ്യം അനൂപ് മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ട്. അത് അത് കറക്റ്റ് ചെയ്ത് പോകണം. ആ ദിവസം വിളിച്ചിട്ടില്ല. ആ ദിവസം വിളിച്ചിട്ടില്ല. 10ാം തീയതി വിളിച്ചിട്ടില്ല. ഇല്ല, 10ാം തീയതി വിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഏതായാലും മാധ്യമങ്ങളിൽ 10ാം തീയതി വിളിച്ചിട്ടില്ല. പക്ഷേ വേറൊരു തമാശയുണ്ട്. അതിന് തൊട്ടും മുമ്പും പിമ്പും വിളിച്ചിട്ടുണ്ട്. 76 തവണ വിളിച്ചിട്ടുണ്ട് 3 മാസം കൊണ്ട്. ഏതായാലും അരുൺ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2012 മുതൽ ഈ മുഹമ്മദ് അരുണിന് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ബിനീഷ് കോടിയേരി. അപ്പം 2016 ഒരു കമ്പനി പൂട്ടി എന്ന് പറയുന്നുണ്ടെന്താ കാരണം? ഇത് പണം കൊടുക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിനുള്ള പണം മയക്കുമരുന്ന് ലോബി കൊടുക്കുന്നു എന്നുള്ളതാണ്. NIA കേസുകളിൽ 90% ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ സമയമെടുക്കും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു നെഞ്ചെടുപ്പ് കൂടുന്നത് ആർക്കായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചെടുപ്പ് നിന്നിരിക്കുകയാണ്. അതാണ് ഇതിന് പറയാനുള്ള മറുപടി. ഏതായാലും ആദ്യമായിട്ടാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്യുന്നത്. ഇതിനുമ്പോൾ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ എല്ലാം ഒത്തുതീർപ്പാക്കിയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എഴുതി തള്ളുകയാണ് ഷാജഹാൻ പറഞ്ഞതുപോലെ. ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്തെന്താണ് സംഭവിക്കാൻ? ഷാജഹാൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഫക്രുദ്ദീൻ അലി പറഞ്ഞതിന് ക്ഷമിക്കണം, ഫക്രുദ്ദീൻ അലി പറഞ്ഞതിന് മറുപടി കൂടി കെ എം ഷാജഹാൻ. രണ്ട് സെന്റൻസ്. എന്റെ സുഹൃത്ത് ഫക്രുദ്ദീൻ അലി അലിക്ക് പിന്നെ ബിനീഷ് കൊടിയേരിയോട് എന്തോ ഒരു വലിയ താരാരാധന ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. ബിനീഷ് കൊടിയേരി എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നത് കൊണ്ട് എന്തോ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ. ഈ 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. 2 സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ്, 20 വർഷം അച്യുതാനന്ദൻ സമരം ചെയ്തിട്ടാണ് ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോയത്. ആ ജയിലിൽ പോയ ബാലകൃഷ്ണപിള്ള ഇന്ന് LDFന്റെ കൂടി ഇരിക്കുകയാണ്. പിന്നെ ഫക്രുദ്ദീൻ അലി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ജയലളിതയുടെ കാര്യം പറഞ്ഞു. ജയലളിത 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ജയലളിത പരപ്പനഹാര ജയിലിൽ കിടന്ന് എഴഞ്ഞെഴഞ്ഞാണ് അവസാനം മരിച്ചുപോയത്. അത് രണ്ടും നിങ്ങൾ കാണാതിരിക്കരുത്. ഈവൻ പിന്നെ ലല്ലു പ്രസാദ് യാദവ് പോലും എത്ര വർഷമായി ജയിലിൽ കിടക്കുന്നു. സഹാറ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമ സുബ്രതോ മുഖർജി 2014 മുതൽ തീഹാർ ജയിലിൽ കിടന്ന് എഴയുകയാണ് ഫക്രുദ്ദീൻ അലി. അതുകൊണ്ട് ബാലകൃഷ്ണപിള്ളയായാലും ജയലളിതയായാലും ലല്ലു പ്രസാദ് യാദവ് ആയാലും ചൗത്താല, സുബ്രതോ മുഖർജി ഇവരൊക്കെ ജയിലിൽ പോയിട്ടുണ്ട്.
അതുകൊണ്ട് വലിയ താരാരാധനയ്ക്കൊന്നും പോകരുത്. നാളെ ഈ ചെറുക്കൻ ചിലപ്പോൾ ജയിലിൽ പോയി അഴിയെണ്ണുന്നത് കണ്ട് നിൽക്കേണ്ടി വരും ഫക്രുദ്ദീന് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഫക്രുദ്ദീൻ, അല്ല, ഷാജഹാൻ പറഞ്ഞ പോലെ ഈ ചെറുക്കൻ ഈ പറഞ്ഞ പയ്യന് അങ്ങനെയുള്ള ബന്ധങ്ങൾ അയാൾ പോകണം. അത് അങ്ങനെ അയാൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളായി ഞാനായിരിക്കും. കാരണം ഒരു സോഷ്യൽ വിപത്ത് ഒഴിഞ്ഞു പോയി എന്നുള്ളത്. പക്ഷെ പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ രീതിയിൽ ഇത്രയും കേസുകൾ വന്ന് അയാളെ ഞാനല്ല ഹീറോ ആക്കുന്നത്. എനിക്ക് ഒരുത്തനോട് ഹീറോ വർഷിപ്പ് ഇല്ലാതാനും എൻ്റെ വാപ്പ അല്ലാതെ. നിങ്ങളെല്ലാവരും കൂടിയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരും. അവസാനം ആ പയ്യൻ രക്ഷപ്പെടും, പിന്നെ അവന് ഹീറോ ആവും പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ. ഏതൊരു പാർട്ടി സമ്മേളനത്തിൽ ഞാൻ കണ്ടത് ഈ പയ്യന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാർട്ടിക്കാർ മത്സരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ റെസ്പോൺസിബിൾ ആണ്. അവൻ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഹീറോ അല്ല, പിന്നെ നിങ്ങളുടെ മുമ്പിലാണ് അവൻ ഹീറോ. അവൻ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ ഹീറോ അല്ല. എന്റെ എനിക്കങ്ങനെ ഹീറോ അല്ല. ഷാജഹാന് പണ്ട് VS ഹീറോ ആയിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ വാപ്പ അല്ലാതെ ഒരാളെ എനിക്ക് ഹീറോ അല്ല. അപ്പൊ പക്ഷേ നിങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ പോയാൽ അവിടെ ബിനീഷ് വന്ന് നിങ്ങൾ പാർട്ടി പ്രവർത്തകർ പ്രതിനിധികള് അദ്ദേഹത്തോടെ സെൽഫി എടുക്കുന്നത് കാണാം. മറുപറവും പറയുക എന്ന് പറഞ്ഞാൽ റൈറ്റ്. ഓക്കെ, നന്ദി. എല്ലാ അതിഥികൾക്കും നന്ദി അറിയിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ഫക്രുദ്ദീൻ, ശ്രീ KM ഷാജഹാൻ. എന്തായാലും 10ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് ബിനീഷ് കൊടിയേരി സിനിമാ സ്റ്റൈലിൽ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുകയായിരിക്കില്ല എന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. 4 കമ്പനികൾ, ആ കമ്പനികളിലെ പണമിടപാടുകൾ ചുരുങ്ങിയ പക്ഷം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ എത്താം എൻകൗണ്ടറിൽ മറ്റൊരു വിഷയവുമായി. എൻകൗണ്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്.